ഓഡിബിൾ ആണല്ലോ? ഓഡിബിൾ ആണ് സർ. ഇന്നലെ നമ്മൾ DSMന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പറഞ്ഞത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയുകയാണ്. DSM എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്യാട്രിയുടെ പുസ്തകമാണ്. അപ്പൊ അതിനകത്ത് 3 സെക്ഷൻസ് ആണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 19 ചാപ്റ്റർ മാനസിക രോഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ രോഗത്തിന്റെയും പ്രത്യേകതകൾ ഓരോ ചാപ്റ്റർ ആയിട്ടാണ് അവർ നരേറ്റ് ചെയ്യുന്നത്. അതിലെല്ലാം അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചിലതിനകത്ത് ഫീച്ചേഴ്സും നമ്മൾ അത്യാവശ്യം പറയും, ചിലതിനകത്ത് നമ്മൾ ക്രൈറ്റീരിയകളും പറയും. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. DSM പിന്നീട് 3ാമത്തെ ഭാഗത്ത് സംസാരിക്കുന്നത് അതിന്റെ മെഷർമെന്റ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ട്, അതിനെക്കുറിച്ച് ഇനിയും ഫർദർ സ്റ്റഡീസ് വേണമെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ 3 സെക്ഷനായിട്ടാണ് DSM-5 പറയുന്നത്. എന്നാൽ അതിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പം അതിനെ ഓരോ ആക്സിസ് ആയിട്ടാണ് തിരിച്ചിട്ട് പറയപ്പെടുന്നത്. അപ്പം ആ മൾട്ടി ആക്സിസ് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ആ സിസ്റ്റം അതെടുത്ത് മാറ്റിയിട്ട് ബേസിൽ ഇങ്ങനെ 3 സെക്ഷനിലായിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ മുഴുവനായിട്ട് മാനസിക രോഗങ്ങളെ കുറിച്ച് പറഞ്ഞാണ് ഇത് പോകുന്നത്. അതിനകത്ത് നമ്മൾ പൊതുവെ ഇന്നലെ പറഞ്ഞായിരുന്നു, ആദ്യമായിട്ട് DSM സംസാരിക്കുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. എന്നാൽ നമ്മൾ അതൊരു ഇച്ചിരി എളുപ്പത്തിന് കാര്യങ്ങളൊന്ന് പിടികിട്ടാൻ വേണ്ടി നമ്മുടെ ചാപ്റ്റർ ബേസ് ഒന്ന് തരംതിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എങ്കിലേ നമുക്കൊരു കൃത്യത ഒന്ന് കിട്ടത്തോളൂ എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അപ്പം ആദ്യത്തെ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ഭാഗം ആയിട്ട് പറയുന്നത് മാനസിക രോഗങ്ങളിൽ ചില ആൾക്കാരിൽ കണ്ടുവരുന്ന സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചാണ്. ആ സ്വഭാവ ദൂഷ്യത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് അതിന് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ പറഞ്ഞു പോകുന്നതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും കൈ ഉയർത്തിയോ പറയുകയോ എന്ന് പറഞ്ഞേക്കണം കേട്ടോ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് ചില പ്രത്യേകതകൾ നമ്മൾ പ്രത്യേകം എടുത്തു മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ മാനസിക രോഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഒരാളുടെ കൊഗ്നിഷനകത്ത്, അദ്ദേഹത്തിന്റെ ഫീലിങ്ങിനകത്ത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്, ഈ 3 മേഖലകളിലും ഇവർക്ക് പ്രയാസം ഉണ്ടാകണം എന്നത് മാനസിക രോഗത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മാനസിക രോഗ പുസ്തകമായ DSM മാനസിക രോഗത്തെ നിർവചിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്താണ് സോഷ്യലായിട്ടും ഒക്കുപേഷണലായിട്ടും അവർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിനകത്തൊക്കെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ ഇവർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, എ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈസ് എ വേ ഓഫ് തിങ്കിങ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെ ചിന്തിക്കുന്നു, അത് അവൻ എങ്ങനെ അവന്റെ അഫക്റ്റിലേക്ക് അല്ലെങ്കിൽ അവന്റെ ഫീലിംഗ് ലെവലിലേക്ക് അവൻ എടുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എങ്ങനെയാണ് അവന്റെ സ്വഭാവം ഉണ്ടാകുന്നത്, അവന്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാവുന്നു, which is deviates from the expectation of the culture. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹം അർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവണതകളും ആവശ്യകതകളും ഒക്കെയാണ് ഈ മനുഷ്യൻ നിവർത്തിതമാക്കേണ്ടത്. പക്ഷേ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ചിന്തയിലും അവരുടെ ഫീലിങ്ങിനകത്തും അവരുടെ ബിഹേവിയറിനകത്തും പ്രയാസം ഉണ്ടാക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അവന്റെ കൾച്ചറൽ ഫാക്ടറിന് വിപരീതമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ഫീലിങ്ങും ഈ ബിഹേവിയറിലും അല്ലെങ്കിൽ ഈ ഒരു തിങ്കിങ് പാറ്റേണും ഒക്കെയും അവനെ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്ട്രസ്സിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രസിന്റെ പരിണിത ഫലമായിട്ട് അവനൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാളിൽ നിലനിൽക്കണം. ഇറ്റ് ലാസ്റ്റ് ഫോർ ഓവർ എ ടൈം. ഒരു അത്യാവശ്യം നല്ല ഡ്യൂറേഷനിൽ ഒരാളിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. പക്ഷെ ഇത് നമ്മൾ പറയപ്പെടുന്ന പോലെ പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് അത്യാവശ്യം നോർമാലിറ്റിയൊക്കെ ഉണ്ട്. നമ്മൾ മാനസിക രോഗം എന്ന് പറയുന്ന രീതിയിലുള്ള, അപ്പം അതിന് നമ്മൾ സൈക്കോസിസ് ആ ഒരു സിംറ്റത്തിലേക്കല്ല പോകുന്നത്, മറിച്ച് ഒരു ന്യൂറോട്ടിക് ഫീച്ചറാണ്. എന്നാൽ DSM ന്യൂറോട്ടിക്കും സൈക്കോട്ടിക് എന്ന് പറഞ്ഞ് ഉള്ള ഡിവിഷൻ ഒന്നും പറയുന്നില്ല. അത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു രീതിയിലാണ്
ഈ രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് ഇത് സാധാരണ കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അഡോളസൻസ് ഏജിലോ അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡിലോ ആയിരിക്കണം. ഇത് നമ്മൾ നോട്ടിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് DSM-5 പറയുന്നുണ്ട്, എന്റെ പുസ്തകത്തിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഓൺസെറ്റ് അഡോളസൻസ്. അപ്പം ഒരു അഡോളസൻസിൽ എത്തുന്ന ആൾക്കാരിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ഇച്ചിരി പെട്ടെന്ന് അതിന്റെ ഓൺസെറ്റ് അത് തുടങ്ങുന്നത് ഈ സമയത്തായിരിക്കും. അതോടൊപ്പം തന്നെ ഏർലി അഡൽട്ട്ഹുഡ് ഈ സ്റ്റേബിൾ ഓവർ ടൈം, അത്യാവശ്യം ആ സമയത്തൊക്കെ സ്റ്റേബിൾ ആയിരിക്കും. പിന്നീട് കാലങ്ങൾ കഴിയുന്നത് കൊണ്ട് അവർക്ക് എന്താണ് ഇത് വലിയ വലിയ പ്രശ്നമായിട്ട് മാറുന്ന അവസ്ഥകളായിരിക്കും. ദ പേഴ്സണാലിറ്റി ഡിസോർഡർ ഹാസ് എ ഗ്രൂപ്പ് ഇൻടു 3 ഗ്രൂപ്പ്. ഇത് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഏകദേശം 10 രോഗങ്ങളാണ് അതിനകത്തുള്ളത്. ഈ 10 രോഗങ്ങളെയും 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. ഈ 3 ഭാഗങ്ങളില് ആദ്യത്തതിനകത്ത് 3 രോഗങ്ങളും ഹലോ മൈക്ക് എന്തെങ്കിലും ചോദിക്കുവാണോ? അല്ല, ആദ്യത്തെ വണ്ടിയിലെ കുട്ടികളെ കൈ തട്ടിയതാട്ടാ, സോറി. ഒന്നാമത്തെ ഭാഗത്ത് എന്താണ് സ്വാഭാവികമായിട്ടും 3 രോഗങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് അവർ 4 രോഗങ്ങളെ കുറിച്ച് സംസാരിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പിനകത്ത് വേറെ 3 രോഗങ്ങളെ കുറിച്ച് പറയും. അങ്ങനെ ആകെ മൊത്തം നമുക്ക് 10 രോഗങ്ങളാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്തുള്ളത്. ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, വിത്തൗട്ട് ട്രീറ്റ്മെന്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ക്യാൻ ബി എ ലോങ് ലാസ്റ്റിംഗ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഫക്ട് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദീസ് ഏരിയ. 4 കാര്യങ്ങൾ നോട്ടിന്റെ അവസാന ഭാഗത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം നിർബന്ധമായിട്ടും നമ്മൾ ഇനി പറയുന്ന 10 രോഗങ്ങളിലും കണ്ടിരിക്കണം. എന്തെങ്കിലും അതിനകത്ത് സംശയമുണ്ടോ? പറഞ്ഞത് വ്യക്തമാണോ? ആഷിഫ് സാർ, ഇസ് ഇറ്റ് ക്ലിയർ? പേര് കാണുന്നവരെ വിളിക്കുന്നു. ഓക്കെ, നമ്മുടെയൊക്കെ ഈ 4 കാര്യങ്ങളും വേ ഓഫ് റെസ്പോണ്ടിങ് ഇമോഷണലി, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അവർ ഇമോഷണൽ ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് വേ ഓഫ് റിലേറ്റിംഗ് ടു അതർ പീപ്പിൾ, മറ്റുള്ളവരിലേക്ക് ഇടപഴകുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവപ്പെടണം. മൂന്നാമത്തത് വേ ഓഫ് കൺട്രോളിങ് വൺസ് ബിഹേവിയർ, അവരുടെ സ്വഭാവത്തെ അവർക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. നാലാമത്തത് വേ ഓഫ് തിങ്കിങ് അബൌട്ട് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്, അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഒക്കെ അവന് ഏതെങ്കിലും രീതിയിൽ പ്രയാസം ഉണ്ടാകണം. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം ഇനി നമ്മൾ പറയാൻ പോകുന്ന 10 രോഗങ്ങളിലും നിർബന്ധമായിട്ട് ഉണ്ടാകണം. ഈ ക്രൈറ്റീരിയ മറന്നു പോകരുത്. വേ ഓഫ് റെസ്പോണ്ടിങ് ഇമോഷണലി, വേ ഓഫ് റിലേറ്റിംഗ് അതർ പീപ്പിൾ, വേ ഓഫ് കൺട്രോളിംഗ് വൺസ് ബിഹേവിയർ, വേ ഓഫ് തിങ്കിങ് അബൌട്ട് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവുകയാണ്. ഇനി ഈ രോഗങ്ങളെ നമ്മൾ 10 തരം തിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. 10 രോഗങ്ങൾ, ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ഒന്നാമത്തെ രോഗം പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും, സംശയമായിരിക്കും. രണ്ടാമത്തെ രോഗം സ്കിസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. മൂന്നാമത്തെ രോഗത്തെ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി എന്ന് പറയും. ഈ 3 ഗ്രൂപ്പിനെയും DSM-5 ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ പറയുകയാണ്, ഇതാണ് ഫസ്റ്റ് ക്ലസ്റ്റർ. ഒന്നാമത്തെ ക്ലസ്റ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് പാരനോയിഡ്, സ്കിസോയിഡ്, സ്കിസോ ടൈപ്പൽ. ഇവരുടെ പ്രത്യേകത ഒരൊറ്റ ലൈനിൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഓഡ് തിങ്കിങ് ആയിരിക്കും. ഓഡ് തിങ്കിങ് ആൻഡ് എക്സെൻട്രിക് ബിഹേവിയർ ആയിരിക്കും ഈ വ്യക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ ക്ലസ്റ്റർ, അതിനെ ക്ലസ്റ്റർ ബി എന്ന് പറയും. ഈ 4 രോഗമുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ 4 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത ഡ്രാമാറ്റിക് ബിഹേവിയർ ആയിരിക്കും. നാടകീയത ഭയങ്കര കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മൾ ആദ്യത്തെ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങളിലുള്ള ഏതെങ്കിലും 2 എണ്ണം ഈ രോഗങ്ങളിൽ ഉണ്ടാകണം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ 4 കാര്യങ്ങളുടെയും ക്ലിനിക്കൽ ക്രൈറ്റീരിയകൾ ഡിഫറൻ്റ് ആണ്.
ആന്റി സോഷ്യൽ ആണെങ്കിൽ അവൻ എന്താണ് റൂളും റെഗുലേഷനും ആണ് എതിര്. ഈ ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള വ്യക്തിക്ക് അതിന്റെ കൊമോർബിഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു രോഗത്തിൽ കാണുന്ന ചില സിംറ്റം അതിനകത്ത് വരേക്കാം. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടും അസസ് ചെയ്യണം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അതിന് കൊമോർബിഡിറ്റി ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. ഓക്കെ, കൊമോർബിഡിറ്റി ആയാലും ആളിന് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുന്നത്, പക്ഷേ ഇടയ്ക്കൊക്കെ ഈ നാർസിസിന്റെയോ ഹിസ്റ്റിയോണിക്കിന്റെയോ ബോർഡർ ലൈനിന്റെയോ ഒക്കെ സിംറ്റംസ് കാണിക്കാം. അങ്ങനെ ഓരോ ഗ്രൂപ്പിലുള്ള, അതുകൊണ്ടാണ് അതിനെ ഗ്രൂപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണോ? ക്ലിയർ? ഫാദർ ആ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ഇപ്പൊ പല്ലാസ് പറഞ്ഞ നമുക്ക് ഈ പറയപ്പെടുന്ന 3 ഗ്രൂപ്പിലുള്ള രോഗങ്ങളില് പാരനോയിഡ് സൈക്കോ പേഴ്സണാലിറ്റി, സ്കിസോയിഡ് അല്ലെങ്കിൽ സ്കിസോ ടൈപ്പൽ ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിയിൽ ആ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഒരാൾ ഞാൻ കണ്ടത് പാരനോയിഡ് പേഴ്സണാലിറ്റി ആണ്. ആ പാരനോയിഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ പോലും ചില ആൾക്കാരില്, ചില വ്യക്തികളില് സ്കിസോയിഡിന്റെ ചെറിയ സിംറ്റം കാണിക്കും. സിംറ്റം എന്താണെന്ന് പറയുമ്പോൾ മനസ്സിലാവും. സ്കിസോയിഡിന്റെ ചിലപ്പോൾ സിംറ്റം കാണിക്കും, അല്ലെങ്കിൽ സ്കിസോ ടൈപ്പ്, പൊതുവെ സ്കിസോ ടൈപ്പലിന്റെ വരത്തില്ല, സ്കിസോയിഡിന്റെ ആണ് പാരനോയിഡിനകത്ത് വരുന്നത്. പാരനോയിഡ് ഉള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ സ്കിസോ ടൈപ്പലിലേക്ക് പോകാം. എന്താണ്, ഒരു ഇൻഡ്യൂട്ടീവ് തോട്ടാണത്. അപ്പം അങ്ങനെ രോഗം പാരനോയിഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ആ സിംറ്റം തന്നെ നിലനിൽക്കെ അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ അല്ലെങ്കിൽ വേറെ ഈ ഗ്രൂപ്പിലുള്ള ഒരു രോഗത്തിന്റെ സിംറ്റം കൂടി ഇതിനകത്ത് ഓവർലാപ്പ് ചെയ്ത് വരാം. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊമോർബിഡിറ്റി എന്നാണ്. കൊമോർബിഡിറ്റി ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തിനകത്തും അങ്ങനെ സംഭവിക്കാം, മൂന്നാമത്തിനകത്തും അങ്ങനെ സംഭവിക്കാം. അപ്പം അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ 10 പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാൾക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരു രോഗമായിരിക്കും, എന്നാൽ ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും സംഭവങ്ങളും കൂടി ഒരിച്ചിലൂടെ അവരിൽ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേര് ക്ലസ്റ്റർ സി എന്നാണ്. ഈ വ്യക്തികളുടെ പ്രത്യേകത എപ്പോഴും ആൻഷ്യസ് ആയിരിക്കും, ആകുലതകൾ നിറഞ്ഞതായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പേടി, ഫിയർഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആൻഷ്യസ് ആൻഡ് ഫിയർഫുൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾ പ്രധാനമായിട്ടും 3 അവരുടെ പ്രത്യേകത അവോയ്ഡന്റ് പേഴ്സണാലിറ്റി, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരു രോഗത്തെ കുറിച്ച് പറഞ്ഞു, OCD എന്നും പറഞ്ഞൊരു രോഗം പറഞ്ഞു. അത് എൻ്റയർലി ഡിഫറെന്റ് ഡിസോർഡർ ആണ്, വേറെ രോഗമാണ്. ഇവിടെ നമുക്കുള്ളത് OCPD ആണ്. രണ്ടും രണ്ടാണ്. സംഭവം പിടികിട്ടിയോ? OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCPD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. മറ്റേത് സ്വാഭാവികമായിട്ടും ഒരു മൂഡ് ഡിസോർഡർ ഗണത്തിലായിരുന്നു പണ്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പൊ അതിന് OCD ആൻഡ് അതർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നാ പറഞ്ഞത്. ഒബ്സസീവ് തോട്ടും കമ്പൾസീവ് ആക്ഷനുമാണ്. ഇവിടെ പെർഫെക്ഷനിസമാണ് ഈ OCPDയുടെ പ്രത്യേകത. ഡിഫറൻസ് അതാണ്. ക്ലിയർ? OCDയിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ സൈക്യാട്രിയുടെ ചില പ്രശ്നങ്ങൾ ചില സമയങ്ങളിലൊക്കെ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. OCPDയിലും ഒരല്പം കാണിക്കും. വാക്കുകളൊക്കെ ഒരിച്ചിരി കട്ടിയാണ്. ഓരോന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ മച്ച് ഈസ് ക്ലിയർ? വ്യക്തമാണോ? അടുത്തത് ഇനി എന്താണ് ഈ എക്സെൻട്രിക് അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ്? ക്ലസ്റ്റർ എയിൽ നമ്മൾ 3 രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനെ ഒന്ന് നമ്മൾ വിശദീകരിച്ച് കാണുകയാണ്. എക്സെൻട്രിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പീപ്പിൾ വിത്ത് ദിസ് ഡിസോർഡർ ഓഫൺ അപ്പിയർ ഓർ പെക്യൂലിയർ. ദ എക്സെൻട്രിക് പേഴ്സണാലിറ്റി ഇൻക്ലൂഡ് പാരനോയിഡ് പേഴ്സണാലിറ്റി. ഇവരെപ്പോഴും ഓടാണെന്ന് പറഞ്ഞ് ഒരു പെക്യൂലിയർ ക്യാരക്ടർ ആയിരിക്കും ഇവരെപ്പോഴും കാണിച്ചിരിക്കുന്നത്. ഒരു ഒറ്റ ലൈനിൽ ഇവർ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്തെല്ലാം തെളിവും കാര്യങ്ങളും പറഞ്ഞാലും അവർക്ക് ആ സംശയത്തിന്റെയോ അല്ലെങ്കിൽ അവർ ആ ചിന്തിക്കുന്ന രീതിയിൽ നിന്നോ അവർക്ക് മാറാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പെക്യൂലിയർ ക്യാരക്ടർ എന്ന് പറയാം. പെക്യൂലിയർ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒറ്റ ലൈനായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇനി പാരനോയിഡ് പേഴ്സണാലിറ്റിയാണ് അതിനകത്ത് ഒന്നാമത്തെ രോഗം. എ പാറ്റേൺ ഓഫ് ബീയിങ് സസ്പീഷ്യസ് ഓഫ് അതേഴ്സ് ആൻഡ് സീയിങ് ദം ആസ് മീൻ ഓർ സ്പൈറ്റ്ഫുൾ. എന്നെ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ ചതിക്കുകയോ എന്നെ ചീറ്റ് ചെയ്യുവോ എന്നൊക്കെയുള്ള സംശയമായിരിക്കും ഈ വ്യക്തികളിൽ ഭയങ്കരമായിട്ടും കൂടി നിൽക്കുന്നത്. ദേ ആർ കോൾഡ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്
പ്രത്യേകം ക്ലിനിക്കൽ ഡയഗ്നോസിസ് ക്രൈറ്റീരിയകൾ എടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ അത്രയും എലാബറേറ്റ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പം അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സംശയ പ്രകൃതി. സ്ക്രീൻ കാണുന്നില്ലേ? ആരോ ഒരു മെസ്സേജ് ഇട്ട് സ്ക്രീൻ ക്ലിയർ ആകുന്നില്ലെന്ന്. അല്ല, സ്ക്രീൻ ഫുൾ ആക്കാനാണ് സർ. ഫുൾ ആക്ക, ഓക്കെ. ഇപ്പോഴോ ക്ലിയർ ആണോ സാറേ? അത് ഇൻഡിവിജ്വൽ ആണ് ആക്കേണ്ടത്. ഇൻഡിവിജ്വല് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ ആക്കിയാൽ മതി. അതില് താഴെ 3 ഡോട്ട്സ് കാണുന്നില്ല, അതില് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ കൊടുത്താൽ മതി ആ പോപ്പ് മെനുവില്. ഓക്കെ, നമുക്ക് ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ പരിപാടി ഇച്ചിരി കുറവാ, അറിയില്ല. അല്ലല്ല, അത് ഇൻഡിവിജ്വലാ ചെയ്യേണ്ടത്. അതല്ല, സ്ലൈഡ് ഷോ ആക്കിയാൽ മതി സാർ. അപ്പം ആ സൈഡ് ബാർ ഒന്നും ഉണ്ടാവില്ല. സൈഡിലല്ലേ? അപ്പൊ സ്ലൈഡ് ഷോയില് ചെയ്താൽ മതി. അത് എന്നാലും മതിയാവും. സ്ലൈഡ് ഷോ എവിടെയാണ് കൊടുക്കുന്നത് വലിയ പിടുത്തമില്ല. ഇത് കമ്പ്യൂട്ടറിന്റെ പരിപാടി വളരെ വീക്കാ. ആ മുകളിലുള്ള സ്ലൈഡ് ഷോയില് ഒന്ന് ഫാദർ ക്ലിക്ക് ചെയ്യൂ. ഏറ്റവും മുകളിൽ ബാറിൽ കാണാൻ സ്ലൈഡ് ഷോ. അതെ, ഓക്കെ. ഇനി അതില് ഫ്രം ദ ഈ സെയിം എന്താണ് കാണിക്കുന്നത്? സ്ലൈഡ് ഷോ റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തു. അല്ല, ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ശരി സ്ലൈഡ് ഷോയിൽ വരും. അത് ഫുൾ സ്ക്രീനിൽ വരും. എന്താ വരാതെ? അതിൽ രണ്ടാമത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഫ്രം ദ കറന്റ് സ്ലൈഡ്. അല്ലോ, ടോപ്പിൽ തന്നെ സാറേ. നാലാമത്തെ ഫാദർ. 1 2 3 4 റെഡ് മാർക്ക് കണ്ടോ? അതെ. അതിന്റെ താഴെ 1 അതിൽ 4-മത്തെ നോക്കി. അതിൽ താഴത്തെ 4-മത്തെ കറണ്ട് സ്ലൈഡ്. അല്ല, പറ്റില്ലെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. സോറി, ഞാനത് ഡിസ്റ്റർബ് ചെയ്തു. സോറി. വലിയ പിടുത്തില്ല, ഞാൻ പഠിക്കാം. ആരെങ്കിലും ഇത് കഴിയുമ്പോ പഠിപ്പിച്ചെന്നാ മതി. ഇത് ഇൻഡിവിജ്വലി ചെയ്യാവുന്നുള്ളൂ. ആ താഴെ 3 ഡോട്ടില് ക്ലിക്ക് ചെയ്തിട്ട് പോപ്പപ്പ് വരുമ്പോ ഫുൾ സ്ക്രീൻ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ അത് ചെയ്തു. അപ്പം ഇത് ഇത്രയുമാണ് ഇതിന്റെ പാരനോയിഡിന്റെ പ്രത്യേകത. അപ്പൊ ഇവർക്ക് സംശയപ്രകൃതമായിരിക്കും. ഇനി ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ രോഗമാണ്. മറ്റൊരു രോഗവും ഇതുപോലെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന ഒരു രോഗം. അവിടെ അവർക്ക് സ്വാഭാവികമായിട്ടും അതൊരു സൈക്യാട്രി ഡിസോർഡർ, വലിയ രോഗമാണ്. അപ്പം അതിന് പാരനോയിഡ് സൈക്കോസിസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വേറൊരു രോഗമാണ്. ടേം കൺഫ്യൂസ്ഡ് ആക്കരുത്. ഇവിടെ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവർക്ക് ഇൻട്രൂട്ടീവ് ആയിട്ടുള്ള തോട്ടും ആ ഓഡ് ബിഹേവിയറും സസ്പീഷ്യസ് ഒക്കെ ഉണ്ട്. എന്നാൽ അവർക്ക് എന്താണ് ഡെലൂഷൻ, ഹലൂസിനേഷൻ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പൊതുവെ ആബ്സെന്റ് ആയിരിക്കും എന്നുള്ളതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്താണ് പീപ്പിൾ വിത്ത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓഫർ അസ്യൂം പീപ്പിൾ വിൽ ഹാം. മറ്റുള്ളവർ എന്നെ ചതിക്കും, എന്നെ വഞ്ചിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരേക്ക് പറയും, അല്ലെങ്കിൽ അവരെന്നെ ക്ലോസ് റിലേഷൻഷിപ്പ് ഒന്നും അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുന്നതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പൊ ഇവർക്ക് ജനറലായിട്ട് ഡിസ്ട്രസ് ആയിരിക്കും, അവരെപ്പോഴും സസ്പീഷ്യസ് ആയിരിക്കും, റിയാക്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ അതിന് ക്രൈറ്റീരിയകൾ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ നോട്ടിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ക്രൈറ്റീരിയ പെർവേഴ്സീവ് ഡിസ്ട്രസ്, നിരന്തരം പെർവേർട്ടീവായിട്ട് അവരെ ഡിസ്ട്രസ് കാണിക്കുന്നു, സസ്പീഷ്യസ് ആയിട്ട് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സസ്പെക്ട് വിത്തൗട്ട് എ സഫിഷ്യന്റ് ബേസിസ്, യാതൊരു കാരണവും എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സൂചനയോ ഒരു കാരണമോ ഒന്നുമില്ലാതെ അവരെന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, മറ്റുള്ളവരെ സംശയ ദൃഷ്ടിയോടുകൂടെ കാണുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പം എനിക്ക് പണ്ട് എനിക്ക് കൗൺസിലിങ്ങിന് വരുന്ന ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു. ഞാനിവിടെ കൊല്ലത്തായിരുന്ന സമയത്ത്. അപ്പൊ ഇവര് വന്നിരുന്ന് സംസാരിച്ച് വന്ന് ഇവരൊരു ഫാമിലി കപ്പിൾ കൗൺസിലിംഗ് ആയിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരെയും മാറ്റിയും തിരിച്ചും ഒക്കെ ഇരുന്ന് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക്
കുറേ കഴിഞ്ഞ് ഈ ചേച്ചി പുറത്തിരുന്നു. ലഞ്ച് കഴിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ കഴിച്ചിട്ട് വരാം, നിങ്ങൾ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങി വരിക. ഉടനെ ഈ ചേച്ചി എൻ്റെ തൊട്ട് മുമ്പിന് ഇറങ്ങി വന്ന് ഞാനൊരു ചൂട് എൻ്റെ മുറി അന്ന് അത് ആ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയാണ്. ഞാൻ എൻ്റെ മുറിയിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ കേൾക്കുമായിരുന്നു, നീ എന്തുവായിരുന്നു അയാളോട്ടകത്ത്? ഇതാണ് ഇവരുടെ പ്രത്യേകത. അപ്പം ഇങ്ങനെയുള്ള സംശയത്തിന്റെ പ്രകൃതകൾ ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ കഥകൾ, ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയാനായിട്ടുണ്ട്. നമുക്കിത് സമയം വളരെ കുറവാകുന്നത് കൊണ്ട് പെട്ടെന്ന് പോവാം. ഇനി ഇവരുടെ പ്രത്യേകതയായിട്ട് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ പാരനോയിഡ് ഐഡിയേഷൻ ആയിരിക്കും. അവർക്ക് സ്വാഭാവികമായി ഈ ഐഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയർ തോട്ട് അല്ല, കമ്പൾസി. എന്താ ഐഡിയേഷൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും സാധാരണ ചിന്തയിൽ നിന്നുണ്ടാകുന്ന തോട്ടല്ല, മറിച്ച് ആ തോട്ട് ഇൻട്രൂട്ടീവായിട്ട് ഐഡിയേഷൻ ഇങ്ങനെ അത് അങ്ങനെ ചിന്തിക്കാതെ അവർക്ക് പറ്റത്തില്ല. ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് റിയാലിറ്റി. ഈ ഐഡിയേഷൻ ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് ഒരു ഇല്ലാത്ത സംഭവങ്ങളായിരിക്കും. ഇനി എന്തെല്ലാം തെളിവുകൾ കൊടുത്താലും എന്തെല്ലാം നിവർത്തിച്ച് പറഞ്ഞാലും ഇവർക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം സാധാരണ രീതിയിൽ പാരനോയിഡ് അത് കഴിഞ്ഞുള്ള സമയങ്ങളിലും ഒക്കെ ഉണ്ടാകാം അടവുള്ള സെൻസ്. ഇത് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ തുടക്കം ഓൺസെറ്റ് സ്വാഭാവികമായിട്ടും എന്താണ്, ഈ സാറിപ്പോൾ ആരും ഒരു മെസ്സേജ് ചോദിച്ചു, ഓൺസെറ്റ് ഏർലി അഡൽട്ട്ഹുഡിനകത്തും അഡോളസെൻസ് ഏജിലും ആയിരിക്കും. അതിന്റെ തുടക്കം ആദ്യ സമയങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പിന്നെ അത് കാലങ്ങൾ കഴിയുന്നതോടെ അവർക്ക് അത് കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രായമാകുന്നതിലൊക്കെ ഉണ്ടാകാം. ഒത്തിരി പ്രായമാകുന്നതിലൊക്കെ പൊതുവെ ഉണ്ടാകുന്ന സൈക്യാട്രി ഇഷ്യൂവിന്റെ പാരനോയിഡായിരിക്കും. അത് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പറയാം. ഇനി ബട്ട് ദി ഐഡിയേഷൻ ഈസ് നോട്ട് സൈക്കോട്ടിക്. പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം, ഈ ഐഡിയേഷൻ, ഈ തോട്ട്, ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ആ ചിന്തകള് സൈക്കോട്ടിക് അല്ല എന്ന് ഉറപ്പ് വരുത്തണം. അബ്സോർഡ്, ഇൻകൺസിസ്റ്റബിൾ ഓർ ബിസാറെ, ആ രീതിയിലുള്ള ബിസാറെ തോട്ടോ അല്ലെങ്കിൽ അബ്സോർഡ് ആയിട്ടുള്ള ചിന്തകളോ സൈക്കോട്ടിക് ഫീച്ചറോടോ കൂടിയുള്ള ചിന്തകളായിരിക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. PPD will also lack other features of psychotic and delusional disorder. ചില മാനസിക രോഗങ്ങളിലുള്ള ഒരു അവസ്ഥകളാണ് പോസിറ്റീവ് സിംറ്റം എന്നാണ് പറയുന്നത്, ഡെലൂഷൻ ആൻഡ് ഹലൂസിനേഷൻ. അങ്ങനെയുള്ള അവസ്ഥകൾ ഇതിനകത്ത് കാണാനായിട്ട് പാടില്ല. അതുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ സംശയം ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഈ ഐഡിയേഷൻസ് ഉണ്ടാകുന്നത്. എന്നാൽ ആ അവസ്ഥകളൊന്നും, ആ പോസിറ്റീവ് സിംറ്റമായ ഡെലൂഷനോ ഹലൂസിനേഷനോ അല്ലെങ്കിൽ സൈക്കോട്ടിക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇല്ലാതെ തന്നെ ഇവർക്ക് സംശയം ഉണ്ടാകണം. ആ സൈക്കോട്ടിക് ഫീച്ചർ ഉണ്ടെങ്കിൽ അത് മാനസിക വേറൊരു രോഗമാണ്. സംഭവം പിടികിട്ടിയോ? Whereas a psychotic disorder will occur later in life. Example, adulthood. ചില ആൾക്കാരില് ഞാൻ നേരത്തെ പറഞ്ഞ അഡൽട്ട്ഹുഡിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏർലി അഡൽട്ട്ഹുഡിലാണ്, പക്ഷെ അതിന്റെ സിംറ്റംസ് തുടങ്ങുന്നത് അവിടെ മുതലാണ്. And will often remit after a relatively brief period of time. പെട്ടെന്ന് പിന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു പോകാം. ഇതാണ് ഒന്നാമത്തെ രോഗം. രണ്ടാമത്തെ ആ ചാപ്റ്ററിലുള്ള ഒരു രോഗമാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. സ്കിസോയിഡ് പേഴ്സണാലിറ്റി പ്രത്യേക ഇവർക്ക് എന്താണ്, ഡിറ്റാച്ച്മെന്റ് ആണ്. ഡിറ്റാച്ച്ഡ് ഫ്രം സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇവർക്ക് ആരുമായിട്ടും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആരുമായിട്ട് വലുതായിട്ട് അടുക്കാനായിട്ട് പറ്റുന്നില്ല, ആരുമായിട്ടുള്ള സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. എക്സ്പ്രസിങ് ലിറ്റിൽ ഇമോഷൻ. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്താണ്, ഇമോഷൻസ്, കരയാൻ തോന്നുമ്പോൾ അവർ പെട്ടെന്നൊന്നും കരയത്തൊന്നുമില്ല, ചിരിക്കാൻ തോന്നുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിരിക്കത്തൊന്നുമില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ എക്സ്പ്രഷൻ വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് അടുക്കാനും പരിചയപ്പെടാനും സംസാരിക്കാനും അങ്ങനെയുള്ള സൊസൈറ്റിയുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും ഇവർ ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. എൻ്റെ ഒരു കസിൻ ബ്രദറിന്റെ ഒരു മോനുണ്ട്. അവന് ഈ ഭയങ്കര എന്താണ് സായിപ്പുമാരെക്കാളും ഇങ്ങനെ വെളുത്ത് തൊടുത്ത് ഞാൻ കുഞ്ഞിലേ കണ്ടതാണ്. ഞാൻ സെമിനാരിൽ പോകുന്നതിന് മുമ്പൊക്കെ അവനെ കണ്ടതാണ്. ഇപ്പൊ അച്ഛനൊക്കെ ആയി ഈ റീസെന്റ് ടൈമിലാണ് പിന്നെ ഞാൻ അവനെ കാണുന്നത്. ഇവന്റെ പ്രത്യേകത ഒരിക്കലും വീട്ടിന് പുറത്തിറങ്ങത്തില്ല. ആകെ കഴിക്കുന്നത് ഉച്ചയ്ക്കൊക്കെ ആഹാരം ചെറുതായിട്ടൊക്കെ ചോറ് കഴിക്കും. പക്ഷേ കൂടുതലും ഇവന്റെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് വാങ്ങിച്ച് വെള്ളത്തിലിട്ടിട്ട് അത് എന്താണ് തലയും പാലും കളഞ്ഞിട്ട് അത് പച്ചയ്ക്ക് കടിച്ച് തിന്നുക എന്നുള്ളതാണ്. ആരെനിക്ക് അടുക്കത്തില്ല. വീട്ടിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒളിച്ചും മുറിക്കാതിരിക്കും. പുറത്ത് എത്ര വിളിച്ചാലും അങ്ങനെ വരത്തില്ല. പിന്നെ ഞാൻ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെന്ന് ഇങ്ങനെ ഈ ഇടയ്ക്ക് കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി വരും.
അപ്പം ഇതാണ് ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. ഇവർക്ക് സോളിറ്ററി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, ഇൻഡിഫറൻറ്റ് ടു പ്രൈസ് ആൻഡ് ക്രിറ്റിസിസം. ഇവരുടെ മുഖത്ത് നോക്കി നല്ല കാര്യം പറഞ്ഞാലും ക്രിറ്റിസിസം പറഞ്ഞാലും ഇവർക്ക് പ്രയാസം ഉണ്ടാകും. റിലേഷൻഷിപ്പ് നോ ഇൻട്രസ്റ്റ്, ഇവർക്ക് യാതൊരു വിധത്തിലും മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല. സെക്ഷൽ എക്സ്പീരിയൻസ് നോട്ട് ഓഫ് ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് ഇവർക്ക് സെക്ഷൽ ലൈഫും കാര്യങ്ങളൊക്കെയും വലിയ താല്പര്യമൊന്നും കാണത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യത്തില്ല. ഫ്രണ്ട്സ് ലാക്കിംഗ് ആയിരിക്കും. ഇമോഷണലി കോൾഡ് ആൻഡ് ഡിറ്റാച്ച്ഡ്. ഇതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റിയുടെ ഒരവസ്ഥയായിട്ട് പറയപ്പെടുന്നത്. അതിന് നമുക്ക് എന്താണ് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകൾ നമ്മൾ വായിക്കണം. ഓക്കെ. പെർവേസീവ് പാറ്റേൺ ഓഫ് ഡിറ്റാച്ച്മെന്റ് ഫ്രം സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് റെസ്ട്രിക്റ്റഡ് റേഞ്ച് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ ഇൻ ആൻ ഇന്റർപേഴ്സണൽ സെറ്റിംഗ്. ഇന്റർപേഴ്സണൽ സെറ്റിങ്ങിനകത്തെല്ലാം ഇവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഫാമിലി ലൈഫും അതാണ് പറഞ്ഞത്. ഞാൻ ബ്രദറിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫാമിലി ലൈഫൊക്കെ ഒരിച്ചിരി പ്രയാസമായിരിക്കും അവർക്ക്. ഓൺസെറ്റ് ഇതിനെല്ലാം ഓൺസെറ്റ് ഈ ടൈമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ മിക്ക ഓൺസെറ്റും ഏർലി ടൈമാണ് പറയുന്നത്. ഓക്കെ. Despite common perception, schizoid personality disorder is not inherently violent. ഇതിന്റെ നല്ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വയലൻസ് നേച്ചർ കാണത്തില്ല. പക്ഷെ പാരനോയിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള സംശയ പ്രകൃതം ഭയങ്കരമായിട്ട് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സംശയ പ്രകൃതം എന്താണ്? അവർ വയലന്റ് നേച്ചറാണ്. സംശയം ഉണ്ടാകുന്നു, അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇടികൊടുക്കണം. ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണത്തിൽ എന്താണ്, അവളെ ഇറങ്ങി വരുന്നു, അവളെ കണ്ടപ്പോഴത്തേക്ക് നീ അയാളുമായിട്ട് അകത്തെന്താണ്, ഇനി ഇത് കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങ് വഴക്കുണ്ടായിക്കോളും. അങ്ങനെയുള്ള വയലൻസുകൾ കാണിക്കും. ഇവരുടെ പ്രത്യേകത സ്കിസോയിഡിനകത്ത് പൊതുവെ അങ്ങനെ വയലൻസ് നേച്ചർ ഭയങ്കരമായിട്ട് കാണത്തില്ല. ഇതിന്റെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സൂയിസൈഡൽ സെൽഫ് ഹാം ഡിസോർഡർ അല്ലെങ്കിൽ സെൽഫ് ഹാം ബിഹേവിയർ ഒരിച്ചിരി കൂടുതലായിരിക്കും. ഇവര് അത്യാവശ്യമൊക്കെ പഠനങ്ങളൊക്കെ പറയുന്നത് ആത്മഹത്യ പ്രവണതകളും ഒക്കെ ഇച്ചിരി കൂടുതലായിട്ട് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി പേഴ്സണലി ഡേഞ്ചറസ് ആണ്. There is no direct link between a diagnosis and violent behavior, though co-occurring disorders could increase the risk of self-harm. നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ പറയപ്പെട്ട ഇവന് ആൾക്ക് എന്താണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ആണ്. പക്ഷേ അവർക്ക് സംശയത്തിന്റെ ഒരു കോ-ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ സംശയത്തിന്റെ ആ കൊമോർബിഡിറ്റി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് വ്യത്യാസം വരാം. അതല്ലെങ്കിൽ സ്കിസോ ടൈപ്പലിന്റെ ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് ഹാം ബിഹേവിയർ ഉണ്ടാകാം. സാധാരണ രീതിയിൽ ഇവര് വലിയ വയലൻസോ പ്രശ്നമോ ഒന്നും ഉണ്ടാകത്തില്ല. അവര് ഡേഞ്ചറസ് നേച്ചറായിട്ട് പറയുന്നത് ഇതാണ് ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകതയായിട്ട്. ഉഷാമാമ എന്തെങ്കിലും ചോദിക്കുകയാണോ? അല്ല. ഓക്കെ. ഇനി മൂന്നാമത്തെ രോഗമാണ് എന്താണ്? സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. Schizotypal personality disorder, a pattern of being very uncomfortable in close relationship. അപ്പം ഈ സ്കിസോയിഡും സ്കിസോടൈപ്പലും ഒരേ അവസ്ഥകൾ തന്നെയാണ്. പക്ഷേ സ്കിസോടൈപ്പലിനകത്ത് ഇവർക്ക് ഒരിച്ചിരി മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലായിരിക്കും. പെക്കൂലിയർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരിച്ചിരി അമിതമായിട്ട് ഇവർ കാണിക്കും. അപ്പം അതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വളരെ വലുതായിട്ട്. അതുമല്ല, ഈ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി സാധാരണ രീതിയിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മാനസിക രോഗമായ സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന രോഗത്തിലേക്ക് പോകാനായിട്ടുള്ള നല്ല ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ സ്കിസോയിഡ് അവസ്ഥയിലേക്ക് ഇവർ പോകാനായിട്ട് സാധ്യത കൂടുതലാകുന്നത് കൊണ്ട് ഈ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റിയെ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന ചാപ്റ്ററിലും ഇതിനെക്കുറിച്ച് DSM-5 ഒരല്പം സംസാരിക്കുന്നുണ്ട്. ആ ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആണോ അത്? സാറേ, സ്കിസോഫ്രനിയ സ്കിസോടൈപ്പിലും തമ്മിൽ എന്തത്ര പ്രത്യക്ഷത്തിലുള്ള ഒരു മാറ്റം തോന്നണ?
പ്രത്യക്ഷത്തിലുള്ള മാത്രം ഇതാണ് അവർക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ഈ മാജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ആണ്, അൺയൂഷ്വൽ പെർസെപ്ഷൻ ആണ്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് എന്നുള്ള തോന്നലും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പെർസെപ്റ്റീവ് ബിഹേവിയർ ഇവർ കാണിക്കും. നോർമൽ പേഴ്സൺസ് ആയിരിക്കും, പക്ഷെ നമ്മൾ സ്കിസോഫ്രീനിയയിൽ കാണുന്നത് പോലെ ഡെലൂഷനോ ഹലൂസിനേഷനോ ഭയങ്കരമായിട്ട് ഇവർക്ക് കാണത്തില്ല. പക്ഷെ ഒരു വളരെ ചെറിയ രീതിയിലുള്ള അൺയൂഷ്വൽ ബിഹേവിയർ ഇവർ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത്തരം കടുപ്പല്ല ശരിക്കും അല്ലേ? അത്ര ഭയങ്കര, പക്ഷെ ഇത് പ്രശ്നമാണ്. അങ്ങോട്ട് പോകും തോറും അത് പ്രയാസം ഉണ്ടാക്കും. ആദ്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അതെ. ഈ മാജിക്കൽ തിങ്കിങ്ങിന് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവർ ചിന്തിക്കുന്നത് സ്പെസിഫിക് വേർഡ്സ്, തോട്ട്സ്, ഇമോഷൻ, റിച്വൽസ് ക്യാൻ ഇൻഫ്ലുവൻസ് ആൻ എക്സ്റ്റേണൽ വേൾഡ്. ഇവർ ചിന്തിക്കുന്നതും ഇവര് പ്രവർത്തിക്കുന്നതും ഇവർ മനസ്സിലൂടെ ചിന്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആ ലോകത്തെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ലോകത്തെ ഇത് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ള ആ രീതിയിലുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയിലുള്ള ചിന്തകളാണ്. ഓഡ് ബിലീഫ് ആയിരിക്കും, തിങ്കിങ് ആയിരിക്കും, സ്പീച്ച് ആയിരിക്കും. അഫക്റ്റ് അവരുടെ എന്താണ് ഇമോഷൻസിനകത്ത് വളരെ പ്രയാസങ്ങൾ കാണിക്കും. അത് അവരുടെ അഫക്റ്റ് എന്ന് പറയുന്നത് ആ ഇമോഷൻ എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഐഡിയാസ് ഓഫ് റെഫറൻസ് അവർ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സംശയത്തോടു കൂടി കാണും. അപ്പം ഇത് മറ്റുള്ളവരെ സംശയത്തോട് കാണും എന്ന് പറഞ്ഞത് ഈ സ്കിസോ ടൈപ്പലിന്റെയും പ്രത്യേകതയാണ്, പാരനോയിഡിന്റെയും പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ആ രോഗത്തെ നമ്മൾ കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്ത് എടുക്കണം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ ഈ 3 കാര്യങ്ങളും? അപ്പം ഒന്നുകൂടി പറയാം. ഒന്നാമത്തത് പാരനോയിഡ് പേഴ്സണാലിറ്റി, 2 സ്കിസോയിഡ് പേഴ്സണാലിറ്റി, 3 സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി. പാരനോയിഡ് പേഴ്സണാലിറ്റിയിൽ സസ്പീഷ്യസ് ആയിരിക്കും, ഭയങ്കര സംശയം, പ്രകൃതി അങ്ങനെയുള്ള അവസ്ഥകളായിരിക്കും. സ്കിസോയിഡിനകത്ത് അവർ സ്വാഭാവികമായിട്ടും എന്താണ് സോഷ്യൽ ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും. അവർക്ക് ആരുമായിട്ട് യാതൊരു ബന്ധവും റിലേഷൻഷിപ്പും ഒക്കെ നിലനിർത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. സ്കിസോ ടൈപ്പലിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് മാജിക്കൽ തിങ്കിങ് ഒരല്പം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡിറ്റാച്ച്മെന്റും കാര്യങ്ങളും സ്കിസോയിഡ് പേഴ്സണാലിറ്റി തന്നെയാണ്. സ്കിസോ ടൈപ്പലും അതിന്റെ സിംറ്റംസ് എല്ലാം മോറുള്ള സെയിം ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ ഈ മാജിക്കൽ തിങ്കിങ് ആണ്. ഓക്കെ, അടുത്തത്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനകത്ത് പറയുന്നത് there are no medication approved by Food and Drug Administration especially for treatment of schizotypal personality. ഈ ഒരു രോഗത്തിന് ഇതിന് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ മെഡിസിനോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ അവർക്ക് അൻസൈറ്റി അങ്ങനെ അതൊക്കെ കുറയ്ക്കാനൊക്കെയുള്ള മെഡിക്കേഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പെർസെപ്ഷൻ മാറ്റാനായിട്ടുള്ള മെഡിക്കേഷനൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. However, doctors may prescribe an antidepressant to relieve or reduce certain symptoms. ഈ സിംറ്റംസ് അതിന്റെ ഈ അവസ്ഥ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആന്റിസൈപ്രസന്റ് ആയിട്ട് ഉള്ള മെഡിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അവർക്ക് ഡിപ്രസീവ് ആണെങ്കിൽ അതിനുള്ള ഡിപ്രഷനുള്ള മെഡിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യും. സം മെഡിക്കേഷൻ മേ ബി ഹെൽപ്പ് ടു ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ഇൻ തിങ്കിങ്. അവരുടെ ചിന്തകൾ മാറ്റാനായിട്ട് മറ്റു ചില മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെ 3 രോഗങ്ങൾ. ആദ്യത്തെ ക്ലസ്റ്റർ എ രോഗം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തത് ഡ്രാമാറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലസ്റ്റർ ബി. പീപ്പിൾ വിത്ത് ദിസ് ഡിസോർഡർ ഹാവ് ഇന്റൻസ് ഇമോഷൻ ആൻഡ് ഡിസ്റ്റോർട്ടഡ് സെൽഫ് ഇമേജ്. ഇവർക്ക് അവരെ കുറിച്ച് സെൽഫ് ഇമേജിനകത്തുള്ള ഡിസ്റ്റോർഷനും അവരുടെ ഇമോഷൻസിനകത്തുള്ള കുറവുകളും ഒക്കെയാണ്. ഇമോഷൻസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകതകൾ. ഈ രോഗത്തിനകത്ത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് പ്രധാനമായിട്ടും 4 ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4 ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ്. ദീസ് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡ് 1 ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് DSM-5. അതോടൊപ്പം തന്നെ DSM-5നകത്ത് ഡിസ്ട്രപ്റ്റീവ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്നും പറഞ്ഞ് നമ്മളൊരു രോഗത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അവിടെയും ഈ ആന്റി സോഷ്യലിനെ കുറിച്ച് അതിന്റെ ചില സിംറ്റംസിനെ കുറിച്ച് ചെറുതായിട്ട് അവർ
നരേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഡിഫറൻസുകളൊന്ന് മനസ്സിലാക്കിയേക്കണം. അപ്പം ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കേണ്ട, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇവരുടെ പ്രത്യേകത റൂൾസും റെഗുലേഷനും ഇവർ വയലേറ്റ് ചെയ്തിരിക്കും. ഏതെങ്കിലും ഒരു അതോറിറ്റിയിലുള്ള ഒരാൾ ഇവർക്ക് എന്തെങ്കിലും റൂളോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനെതിരെയുള്ള പ്രവൃത്തികളായിരിക്കും ഇവർ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ മറ്റൊരു പ്രത്യേകത എന്താണ്, റെഗുലേഷൻസ്, അവർ കൊടുക്കുന്ന റെഗുലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവർക്ക് വയലേറ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥകൾ ഇവരിലുണ്ടാകും. എ പാറ്റേൺ ഓഫ് ഡിസ്റിഗാർഡിങ് ഓർ വയലേറ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ദി അതർ, ഇതാണ് അവരുടെ സ്വഭാവം. മറ്റുള്ളവർ റൈറ്റ്സുകൾ ഇവർക്ക് നശിപ്പിക്കണം, അവര് റൂളും റെഗുലേഷനും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്നുള്ളതാണ്. എ പേഴ്സൺ വിത്ത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നോട്ട് കൺഫേം ടു സോഷ്യൽ നോംസ്, സൊസൈറ്റി പറയുന്ന നോംസ് ഒന്നും, അതിപ്പോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, എനിക്ക് അത് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ. മേ റിപ്പീറ്റ്ലി ലൈ, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കള്ളവ് പറഞ്ഞേക്കാം. ഡിസീവ് അതേഴ്സ്, മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്തേക്കാം. ഓർ മേ ആക്ട് ഇമ്പൾസീവ്ലി, അന്നേരം എന്ത് തോന്നുന്നോ അതിനനുസരിച്ച് ഇവരങ്ങ് പ്രവർത്തിക്കും. ഇതാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് എടുത്ത് പറയുന്നത്. എനിക്ക് നല്ല ഉദാഹരണങ്ങൾ പറയാനായിട്ട്, പണ്ട് ഞങ്ങൾ കുഞ്ഞുനാളിൽ ഓടാനായിട്ട് പോകും. ഞാനൊരു 5 6 പഠിക്കുന്ന സമയത്ത്, അന്ന് എൻ്റെ കൂട്ടൊക്കെ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ള എല്ലാം വലിയ ചേട്ടന്മാരാണ്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ള, അപ്പൊ ഈ ചേട്ടന്മാരുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഓടാനൊക്കെ മുമ്പ് ഒരു ചേട്ടനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേക രാത്രി വെളുപ്പിലെ ഒരു 4:30 മണിക്കൊക്കെ ആയിരിക്കും എഴുന്നേറ്റ് ഓടാനായിട്ട് പോകുന്ന വഴിക്ക് സകല ലൈറ്റ് എറിഞ്ഞ് പൊട്ടിക്കും. അന്ന് പോസ്റ്റിൽ കാണുന്ന ലൈറ്റുകളെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് അങ്ങ് വരും. ഞങ്ങൾ ഇഷ്ടംപോലെ ഓടും, നല്ല ഒരു 4 കിലോമീറ്റർ ഓടിയിട്ടായിരിക്കും വരുന്നത്. അവിടം വരെ ഇട്ട് ഓടിച്ചിട്ട് പോകുന്ന വഴിക്കെല്ലാം ലൈറ്റ് പൊട്ടിച്ചിട്ട് വരും. പിന്നെ പണ്ടൊരു ഒരു ഷോപ്പ് നമ്മുടെ റേഷൻ കടയായിട്ടുണ്ടാക്കിയ ഒരു ഷോപ്പാണ്. ആ ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടുത്തെ സ്വിച്ച് ബോർഡൊക്കെ ഇളക്കി കൊണ്ടുവരും. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. പശു, ആട്, മൃഗം ഇങ്ങനെയുള്ളതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, എറിയും. ഇവരുടെയൊക്കെ പ്രത്യേകത ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകതയായിട്ട് എടുത്ത് പറയുന്നത്. വയലേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദി അതർ. കുഞ്ഞുനാളില് കുഞ്ഞു കുട്ടികളായിരിക്കെ തന്നെ കുട്ടികൾ ഈ അവസ്ഥ കാണിച്ച് തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒപ്പോസിഷണൽ ഡീഫിയൻ ഡിസോർഡർ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോഴ് ഈ ഒപ്പോസിഷണൽ ഡീഫിയൻ ഡിസോർഡർ DSM വേറൊരു കാറ്റഗറിയിലേക്ക്, വേറൊരു ചാപ്റ്ററിലേക്ക് കൊണ്ടിട്ടിട്ട് അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെയും പ്രത്യേകത. ഒപ്പോസിഷണൽ ഡീഫിയൻ്റ് ആയിട്ടുള്ള കുട്ടികളിലും കൂടുതൽ അവർ കാണിക്കുന്നത് ഈ റൂൾസും റെഗുലേഷനുള്ള വയലേഷനാണ്. അപ്പം അത് കുഞ്ഞുനാൾ മുതൽ കണ്ടു തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു 10-15 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് വരും. അവരുടെയും സിംറ്റംസ് എല്ലാം സെയിം ആണ്. എന്നാൽ 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ മാത്രമേ നമുക്ക് ആന്റി സോഷ്യൽ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഒരു ലീഗൽ വശം കൂടിയാണത്. അപ്പം ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഇവരുടെ പ്രത്യേകതയായിട്ട് കോസസ് ഓഫ് ഡിസോർഡർ ഈസ് അൺനോൺ. ഇതിനുള്ള കാരണം എന്താണെന്നൊന്നും കൃത്യമായിട്ടും അറിയത്തില്ല. എ പേഴ്സൺസ് ജീൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് ചൈൽഡ്ഹുഡ് അബ്യൂസ്. പഠനങ്ങൾ പറയുന്നത് ചൈൽഡ്ഹുഡിലെ അബ്യൂസുകളും ഒക്കെ ഇതിനുള്ള കാരണമാകാം. അതോടൊപ്പം തന്നെ മദ്യപാനം, മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെയുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടായിട്ട് അമ്മമാരും അപ്പന്മാരും ഒക്കെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിലും ഇതിനുള്ള ഒരു റിസ്ക് ഫാക്ടർ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പറയപ്പെടുന്നത് എന്താണ്, ഫാമിലിയിൽ ആന്റി സോഷ്യലായിട്ടുള്ള പിതാക്കന്മാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിലും ഇത് കാണാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഫാർ മോർ മെൻ ദാൻ വുമൻ ആർ അഫക്റ്റഡ്. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കാളും ഈ ഒരു കണ്ടീഷനിൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. ദ കണ്ടീഷൻ ഈസ് കോമൺ എമംഗ് പീപ്പിൾ ഹു ആർ ഇൻ പ്രിസൺ. അപ്പം അങ്ങനെ പ്രിസണിലൊക്കെ വന്ന ആൾക്കാരിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആയിട്ട് പോലീസിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. ഓക്കെ, ഇവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് സെറ്റിംഗ് ഫയർ ആൻഡ് ആനിമൽ ക്രൂവൽറ്റി. ഇവര് കുഞ്ഞുനാൾ തന്നെ തീ കത്തിക്കല്, തീയിടിയില്, തീ പരിപാടികൾ ഭയങ്കരമായിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആനിമൽ ക്രൂവൽറ്റി ഇവർ കാണിക്കും. ഇതൊക്കെയായിരിക്കും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ തുടക്ക കാര്യങ്ങളൊക്കെ. സം ഡോക്ടേഴ്സ് ബിലീവ് ദാറ്റ് സൈക്കോപാത്ത് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് സൈക്കോപാത്തി ഈസ് എ സെയിം ടേം ആയിട്ടൊക്കെ, അത് ടേമുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടും കാര്യങ്ങളും നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം അത് സോഷ്യോപാത്തും സെയിം ആണെന്നുള്ളതാണ് അവർ പറയപ്പെടുന്നത്. അപ്പം ഇതാണ് ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത്. ഇനി രസകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ കേസായിട്ട് നരേറ്റ് ചെയ്യാം. ഞാൻ പണ്ട് ഒരു 8-9 വർഷത്തിന് മുമ്പ് പഠിപ്പിച്ച ഒരു കുട്ടി,
ഭയങ്കര എക്സൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഭയങ്കര എക്സലൻ്റ് ആണ് ഇവള്. നന്നായിട്ട് പഠിക്കും, പാട്ട് പാടും, ഇങ്ങനെ ഇതെല്ലാം കഴിയും. ഞങ്ങളന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ നോട്ടമൊക്കെ പ്രത്യേക രീതികളായിരിക്കും, അൺയൂഷ്വൽ ആയിട്ടുള്ള നോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ചോറും കഴിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ അവറിൽ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ യൂറിനിൽ പോയി, ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് അടുത്ത ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഇവളുടെ സാധാരണ ഒരു രീതിയിലുള്ള നോട്ട് ഗെയ്സിങ് അല്ല. കുട്ടി വേറെ എന്തൊക്കെയോ ഒരു പ്രത്യേക രീതിയിൽ എന്തൊക്കെ കാണിക്കും, നമ്മളൊക്കെ നിന്നും ഒരുമാതിരിയൊക്കെ എനിക്കാകെ പ്രശ്നമായി, ടെൻഷനായി. ദൈവമേ, ഇനി ബാത്റൂമിൽ പോയിട്ട് വന്നതുമാണ്, സിബിടാനായിട്ട് വിട്ടുപോയതാണോ എന്നൊക്കെയുള്ള ടെൻഷനും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ തിരിഞ്ഞ് കറങ്ങിപ്പോയി ബോർഡിലൊക്കെ ഇത് എഴുതാനായിട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോ ദിവസവും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇവളിങ്ങനെ ഓരോ അവസ്ഥകളാണ് കാണിക്കുന്നത്. പിറ്റേന്ന് ഒരു ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജനലേ കൂടി തന്നെ ഞങ്ങൾ പുറത്തേക്ക് കൈ ഇടുക. അങ്ങനെ ഇപ്പോൾ വെള്ളം ഒഴിച്ചു തന്നപ്പോഴത്തേക്ക് ഇവിടെ കയ്യിലല്ല ഇങ്ങനെ മുറിച്ചിട്ടേക്കുക. അത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവള് കാണിച്ചൊരു പ്രത്യേകത, നമ്മൾ ഈ നോട്ട് പറഞ്ഞു കൊടുക്കും, ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ നോട്ട്സ് എഴുതാനായിട്ട് കിട്ടിയില്ല എങ്കിൽ ഇപ്പൊ ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുന്ന, അപ്പോഴിവള് എഴുതിക്കൊണ്ടിരിക്കുന്ന പേന വെച്ച് തൊടയില് കുത്തും. ആ കുത്തിൽ നമുക്ക് ഉറപ്പാണ് അവിടെ തൊട മുറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇത്രയും ആഴത്തിൽ ഇവള് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഭയങ്കര ഒരുമാതിരി കാണിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ ഇരുന്ന് എഴുതും. പിന്നെ ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചത്, ഇവള് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ കയ്യിൽ ക്യൂടെക്സ് എടുത്ത് പുരട്ടിയിട്ട് അത് മണത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം ഫെവിക്കോൾ കൊണ്ടുവന്നിട്ട് അത് പുരട്ടിക്കൊണ്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം കാല് മുറിച്ചിട്ട് കാലിനകത്ത് എന്തൊക്കെ സബ്സ്റ്റൻസ് തേച്ച് വെച്ചിട്ട് അത് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നു. ഇവിടെ മയങ്ങി കറങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കഞ്ചാവ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുള്ളത്. ഓരോ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇവളുമായിട്ട് ഞാൻ ഭയങ്കര അടുപ്പമായിട്ട് വിളിച്ചിരുന്ന കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇവള് പിന്നീട് പറഞ്ഞ അവസ്ഥകളാണ്. ഇവർക്ക് 8ാം ക്ലാസ് മുതലേ ലൈനടി പരിപാടിയാണ്. 8ാം ക്ലാസ്സിൽ ഒരാള് തേച്ച്, 9ാം ക്ലാസ്സിൽ അടുത്ത ആള് ഭിത്തിയിലൊട്ടിച്ച്, 10ാം ക്ലാസ്, ഇങ്ങനെ അവള് പഠിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. 18 വയസ്സ് 19 അത്രയും വയസ്സിലങ്ങാണ്ട് കല്യാണം കഴിക്കുന്നിടം വരെ ഓരോരുത്തരും ഇങ്ങനെ മാറി ലൈനടി പരിപാടിയാണ്. അപ്പം പിടിയോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവള് കാണിച്ചത്, കല്യാണം കഴിഞ്ഞത് ഇവളേക്കാളും ഒരു 10-16-17 വയസ്സ് മൂത്ത ഒരു ചേട്ടനെയാണ്. അദ്ദേഹത്തെയും ഡൈവേഴ്സ് ചെയ്യണമെന്നും പറഞ്ഞ് കുറേ നാളിങ്ങനെ നടക്കുക. അപ്പം പിന്നീട് ഈ TTCയും BEd ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഈ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പം ഇവർക്കൊരു കുഞ്ഞായി. അത് കഴിഞ്ഞ് ഇവള് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ഫാദർ ഇങ്ങനെ ഈ കുഞ്ഞുമായിട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര പ്രയാസമാണ്, അതാണ് ഇതെന്ന് പറഞ്ഞ്. അപ്പൊ ഈ കുഞ്ഞ് കിടന്ന് കരയോ ബഹളം ഉണ്ടാക്കിയും കഴിയുമ്പം ഇവിടെ ഈ സ്ട്രെസ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ, മുറിയിൽ കയറി കുളിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ആ ഡ്രസ്സെല്ലാം ഊരിയിട്ടിട്ട് ബാത്റൂമിൽ കയറി അവിടെ ബ്രസ്റ്റ് പൊക്കിയിട്ട് ബ്രസ്റ്റിനടിയിൽ ബ്ലേഡ് വെച്ച് മുറിക്കും. ഇതാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന രോഗം. ക്ലിയർ ആണോ? എ പാറ്റേൺ ഓഫ് ഇൻസ്റ്റെബിലിറ്റി ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഈ പെൺകുട്ടിയുടെ കാര്യം എന്താണ്? ഇൻസ്റ്റെബിലിറ്റി ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്, മാറി ലൈനടി. ഇന്റൻസ് ഇമോഷൻസ്, എപ്പോഴൊക്കെ എന്തൊക്കെ വരുന്നോ അപ്പോഴെല്ലാം ഇവിടെ ഭയങ്കരമായിട്ട് ഇമ്പൾസീവായിട്ടുള്ള ഇമോഷനിലേക്ക് പോകും. പൂവർ സെൽഫ് ഇമേജ്, ഭയങ്കര സുന്ദരിയാണ് പക്ഷെ അവളെ ആരും ഇഷ്ടപ്പെടുന്നില്ല, അവളുടെ രീതികൾ ഇഷ്ടമല്ല എന്നൊക്കെയുള്ള തോന്നലുകൾ കൊച്ചിന് ഭയങ്കരമാണ്. A person with borderline personality disorder may go to great lengths to avoid being abandoned. മറ്റുള്ളവരെ എന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെയുള്ള പേടിയും കാര്യങ്ങളും ഇവരിൽ ഭയങ്കര കൂടുതലാണ്. ഹാവിങ് റിപ്പീറ്റഡ് സൂയിസൈഡ് അറ്റംപ്റ്റ്. അപ്പം ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇവരിൽ ഇങ്ങനെ കാണിച്ചിരിക്കും. അപ്പം ഈ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അറ്റംപ്റ്റ് ഉണ്ട്, ഐഡിയേഷൻ ഉണ്ട്, അതോടൊപ്പം മിയർ തോട്ടുണ്ട്, അത് പ്ലാനിങ് ഉണ്ട്. അപ്പം ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലുള്ള പ്രത്യേകത. ഡിസ്പ്ലേ ഇൻഅപ്രോപ്രിയേറ്റ് ഇന്റൻസ് ആങ്കർ ഓർ ഹാവ് ഓൺ ഗോയിങ് ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്. ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു ശൂന്യതാബോധം, നഷ്ടബോധം, കുറ്റബോധം, ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഭയങ്കരമായിട്ടായിരിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റൻസ് ആങ്കർ കാണിക്കും. ഞാൻ പറഞ്ഞ് ഇവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ച് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ ഇച്ചിരി സ്പീഡിലൊക്കെ ചില സമയത്ത് പറയും നോട്ട് പറഞ്ഞു. ഇവക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഇവക്ക് ബാക്കി ഒരു കുട്ടികളും ഒരിക്കലും കാണിക്കത്തില്ല. ഇവള് ആ പേന വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പേന വെച്ച് ഭയങ്കര ആഴത്തിൽ തൊടയിലേക്കാണ് അവളെ കുത്തുന്നത്.
ഇതാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി പഠനങ്ങളൊക്കെ പറയുന്നത് ഇവർക്ക് ഒരു ഇച്ചിരി ബ്ലഡിന്റെ സംഭവങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഉടനെ ഓൾ ഓഫ് എ സഡൻ അതങ്ങ് മാറിക്കോളും പിന്നീട്. ഇതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഇഷ്ടംപോലെ പെൺകുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ക്ലിയർ ആണോ? ഫാദർ ചോദിച്ചോട്ടെ, പാരനോയിഡിൽ സെൽഫ് ഹാം നേച്ചർ ഉണ്ടോ? സെൽഫ് ടെൻഡൻസി ഉണ്ടാകും, പാരനോയിഡ് ഉണ്ടാകും. അത് എത്രത്തോളം ഇന്റൻസ് ആണോ? അങ്ങനെ ഭയങ്കര, എന്നാലും അത്യാവശ്യം അവരുടെ നേച്ചർ അനുസരിച്ചായിരിക്കും സെൽഫ് ഹാം ബിഹേവിയർ ഉണ്ടാകും പാരനോയിഡ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫാദറെ, പാരനോയും സ്കിസോഫ്രീനിയും പിന്നെ സ്കിസോയിഡും ഇപ്പൊ ബോർഡർ ലൈൻ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ലൈൻ പോയി അതിന്റെ ഇടയില്. അതെ, ബോർഡർ ലൈൻ. ഇത്രയുമാണ് അതുമായിട്ട് വരുന്നത്. ഇനി ഈ രണ്ടാമത്തെ ക്ലസ്റ്ററിനകത്ത് രണ്ടാമത്തെ രോഗം ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്ന് പറയും. എ പാറ്റേൺ ഓഫ് എക്സസീവ് ഇമോഷൻ ആൻഡ് അറ്റൻഷൻ സീക്കിംഗ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സെമിനാരിൽ കുറേ വർഷങ്ങൾ ബ്രദേഴ്സിൻ്റെ ചാർജല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു, ഫിലോസഫിയിലൊക്കെ. ഞാൻ ഒരിക്കലും എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ബ്രദേഴ്സിനെ പിള്ളേരെ പറഞ്ഞു വിടാനായിട്ട് ഞാൻ അത്ര സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ടുണ്ട്. അതിനെ പുറത്ത് വിട്ട് ഞാൻ ആ വർഷമല്ല, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വന്നിട്ട് അവിടെയും ഇതേ പ്രശ്നമൊക്കെ ആയിട്ടാണ് പറഞ്ഞു വിട്ടത്. അപ്പൊ ഇവരുടെ പ്രത്യേകത എക്സസീവ് ഇമോഷൻസ് ആയിരിക്കും, ഭയങ്കര ഇമോഷൻ. ഈ വ്യക്തി, ഈ ബ്രദറിന്റെ കാര്യമായിട്ട് പറഞ്ഞത്, ഇവന് എൻ്റെ കൂടെ എനിക്ക് അന്ന് 2 പള്ളികളുണ്ട്. അപ്പൊ ഒരു പള്ളിയില് ആളെ ഞാൻ ഞായറാഴ്ചകളിൽ സഹായിക്കാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത ബന്ധത്തിന് അപ്പുറം ഇവൻ ബന്ധം ഉണ്ടാക്കുന്നതെല്ലാം ഈ ഇമോഷണലായിട്ട്. ഇവരുടെ വീട്ടില് ഭയങ്കര വെൽ ടു ഡു ഫാമിലിയാണ്. പക്ഷേ ഇവൻ ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആക്കിയിട്ട് അവർക്ക് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അവിടെ അച്ഛന്മാർ ഇങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് അവരെ ഇങ്ങനെ വശത്താക്കും. ഇതാണ് ഇമോഷണൽ അറ്റൻഷൻ സീക്കിങ്. ഇവര് സെന്റർ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ ഇവന് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. ഇനി എനിക്ക് എൻ്റെ ഒരു കസിനും കൂടിയാണ്, ചെറിയൊരു ബന്ധം കൂടിയുള്ള ആള് മരിച്ചുപോയി, ഒരു അച്ഛനാണ്. ആളുടെ പ്രത്യേകത, ഞാൻ ഇവിടെ കൊല്ലത്തൊരു പള്ളിയിലായിരുന്ന സമയത്ത് ചില തിരുനാളുകൾക്കൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മളായിരിക്കും കൊടി ഉയർത്തുന്നത്, വികാരീശനായിരിക്കും കൊടി ഉയർത്തുന്നത്. കൊടി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നതിന് മുമ്പ് നമ്മളെ തള്ളി മാറ്റിയിട്ട് ആള് ഫ്രണ്ടിൽ കയറിയെന്ന് പിറ്റേത്തെ പത്രത്തിൽ ഫോട്ടോ വരാനായിട്ട് കയറി നിൽക്കും. അറ്റൻഷൻ സീക്കിങ്. ഇനി ഇതേ അച്ഛൻ തന്നെ ഒരിക്കല് ഞാൻ ഒരു സമയത്ത് തന്നെ ഒരു പള്ളിയിലെ വികാരിയും അടുത്ത പള്ളിയിലെ അസിസ്റ്റന്റുമായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനമെടുത്തത് ഉച്ച കഴിഞ്ഞുള്ള കുർബാനകൾക്കൊക്കെ പൊതുവെ നമ്മൾ പുറത്തുനിന്ന് അച്ഛന്മാർ വരുവാണെങ്കിൽ നമ്മളിൽ ഒരാളായിരിക്കും മെയിൻ സെലബ്രന്റ്, മറ്റുള്ള ആളെ നമ്മൾ സൈഡിൽ നിർത്തും. അങ്ങനെയൊക്കെയുള്ള തീരുമാനം. കല്യാണത്തിന് ഈ പാട്ടുപൂജ എന്ന് പറയുന്നത് മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 7:30 അടിയന്തര കുർബാനയ്ക്ക്. അപ്പോൾ ഈ അടിയന്തര കുർബാനയ്ക്ക് ഒരെണ്ണം അങ്ങനെ വെച്ചിരുന്ന സമയത്ത് ഞാനാണ് നടുക്ക് നിന്ന് കുർബാനയില്ലെന്ന് തുടങ്ങി. പിതാവിനും പുത്രനും വെച്ച് നമ്മൾ പ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്ക് ആളുടെ പേര് എഴുതി തന്ന പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് മറന്നുപോയി, തറയിലോട്ട് വീണ്. പേര് ഓർമ്മയില്ലാതെ ഞാനത് എടുക്കാനായിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് അച്ഛൻ നടുക്ക് കയറി എന്നിട്ട് ബാക്കി അങ്ങ് തുടങ്ങി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം ഇതാണ് ഈ അറ്റൻഷൻ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇവർ ഭയങ്കര ഡിസ്ട്രെസ് ആയിട്ട് അതിന് വേണ്ടിയുള്ള പ്രവർത്തികളെല്ലാം ചെയ്യും. A pattern of excessive emotion and attention seeking. People with the histrionic personality disorder may be uncomfortable when they are not the center of attention. എപ്പോഴെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കിട്ടിയില്ലെങ്കിലോ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇവരെന്താണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. മേ യൂസ് ഫിസിക്കൽ അപ്പിയറൻസ് ടു ഡ്രോ അറ്റൻഷൻ. ഈ വ്യക്തിയുടെ കാര്യം, അദ്ദേഹം 80-85 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് മരണപ്പെട്ടത്. പക്ഷേ ചെറുപ്പക്കാരെ കണക്ക് തന്നെ ഭയങ്കര ഗ്ലാമറായിട്ട് നല്ല സൂപ്പർ മുടിയൊക്കെ ഇങ്ങനെ കളറൊക്കെ അടിച്ച് ചെറുപ്പക്കാരെ ഇങ്ങനെ ഈ അറ്റൻഷന് വേണ്ടി ഇവര് ആ രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യും. റാപ്പിഡ്ലി ഷിഫ്റ്റിംഗ് ഓർ അഗ്രിഗേറ്റഡ് ഇമോഷൻസ്. ഇവർക്ക് അതോടൊപ്പം തന്നെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഭയങ്കരമായിട്ടിരിക്കും. ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. സംഭവം പിടികിട്ടിയോ? Is it clear?
യെസ്, ക്ലിയർ. അടുത്തതാണ് ഈ ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകളോ ഇഷ്ടം പോലുണ്ട്, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്രൈറ്റീരിയകൾ ഈ സംഭവങ്ങൾ തന്നെയാണ്, പക്ഷെ അത് ക്രൈറ്റീരിയ ആയിട്ട് എടുത്ത് പറയുന്നു എന്നുള്ളതാണ്. ഞാനത് നോട്ടിനകത്ത് അത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് എ പെർവേഴ്സീവ് പാറ്റേൺ ഓഫ് എക്സസീവ് ഇമോഷണൽ ആൻഡ് അറ്റൻഷൻ സീക്കിംഗ് ബിഗിനിങ് ബൈ ഏർലി അഡൽട്ട്ഹുഡ്. ഏർലി അഡൽട്ട്ഹുഡിലായിരിക്കും തുടങ്ങുന്നത്. ആൻഡ് പ്രസന്റ് ഇൻ വെറൈറ്റി ഓഫ് കോണ്ടാക്ട്സ്, പല സാഹചര്യങ്ങളിലും അത് ഉണ്ടാകണം. പ്രധാനപ്പെട്ട ഒരു 8 ക്രൈറ്റീരിയകൾ വീണ്ടും തന്നിട്ടുണ്ട്. അതിനകത്ത് 5 നിർബന്ധമായിട്ട് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്രൈറ്റീരിയകൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അത്രയും ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യും. അടുത്തത് ഈ ഹിസ്റ്റിയോണിക്കിന്റെ പ്രത്യേകത ഈ അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിന് തത്തുല്യമായിട്ട് വരുന്ന മറ്റൊരു രോഗമാണ് നാർസിസം എന്ന് പറയും, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ദിസ് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എക്സാജറേറ്റഡ് സെൻസ് ഓഫ് സുപ്പീരിയറിറ്റി ആണ്. മറ്റേനകത്ത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഇവിടെ സുപ്പീരിയറിറ്റി, ഞാനാണ് വലിയ ആള്, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, ഞാൻ ഇന്ന സമയത്ത് അമേരിക്കയിലായിരുന്നപ്പോൾ, ഇന്ന സമയത്ത് ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ, ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇവര് ഭയങ്കരമായിട്ട് കാണിക്കും. ആൻഡ് പ്രീ ഓക്കുപ്പേഷൻ വിത്ത് സക്സസ് ആൻഡ് പവർ, ഇവർക്ക് നന്നായി ഭയങ്കരമായിട്ട് വളരണം, ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആകണം എന്നുള്ള പ്രീ ഓക്കുപ്പേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഹൗവർ ദിസ് പ്രീ ഓക്കുപ്പേഷൻ ഈസ് ഫ്യൂവൽഡ് ബൈ ഫ്രജൈൽ സെൽഫ് എസ്റ്റീം. ഇവരെ സെൽഫ് എസ്റ്റീമിനകത്ത് എന്താണ്, സെൽഫ് എസ്റ്റീം ഫ്രജൈലാക്കി ആകുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത. പീപ്പിൾ വിത്ത് ദിസ് ഡിസോർഡർ ആർ വെരി സെൽഫ് സെന്റേഡ്. ഇവർ ഭയങ്കര സെൽഫ് സെന്റേഡ് ആയിരിക്കും. ടെൻ ടു ലാക്ക് എമ്പതി, ആരോടും ഒരു കാരുണ്യവും ഇത് ദയയും സ്നേഹവും അനുകമ്പയും അടുപ്പവും ഒന്നും ഇവർ കാണിക്കത്തില്ല. ആൻഡ് റിക്വയർ കോൺസ്റ്റന്റ് അറ്റൻഷൻ ആൻഡ് അഡ്മിറേഷൻ. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ എന്നെ മനസ്സിലാക്കണം, എനിക്ക് ആയിരിക്കണം അറ്റൻഷൻ കിട്ടേണ്ടത്. ഇതെല്ലാം, ഈ അറ്റൻഷൻ എല്ലാം അവർ സീക്ക് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കണം സുപ്പീരിയർ എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നതാണ്. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് നാലാമത്തെ രോഗത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്ലസ്റ്റർ 3 രോഗങ്ങളിലേക്ക് പോവുകയാണ്. അതിനെ പറയുന്നത് ആൻഷ്യസ് പേഴ്സണാലിറ്റി എന്ന് പറയാം. അമിതമായിട്ടുള്ള ആകുലതയായിരിക്കും ഇവരിൽ കാണുന്നത്, അമിത ആകുലത. പീപ്പിൾ വിത്ത് ദിസ് ഡിസോർഡർ ആർ നെർവസ് ഓർ ഫിയർഫുൾ. അമിത പേടിയും കാര്യങ്ങളും ആയിരിക്കും. ദീസ് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി. ഇവർ സ്വാഭാവികമായിട്ടും സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ്. പീപ്പിൾ വിത്ത് ദിസ് ഡിസോർഡർ ടെൻ ടു അവോയ്ഡ് സോഷ്യൽ കോണ്ടാക്ട്സ്. സോഷ്യൽ കോണ്ടാക്റ്റുകളെല്ലാം ഇവരെന്താണ്, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ബിഹേവിയർ ഈസ് നോട്ട് റിസൾട്ട് ഓഫ് ഡിസൈർ ടു ബി എലോൺ. എന്നാൽ സ്കിസോയിഡിനകത്ത് അവർക്ക് ഒറ്റയ്ക്കാകണം, ഒറ്റയ്ക്കിരിക്കണം, എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തോ എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ആകാനായിട്ടുള്ള താല്പര്യമോ കാര്യങ്ങളോ അല്ല, മറിച്ച് എന്താണ്, അവർക്ക് മുന്നിലോട്ട് വരാൻ പറ്റുന്നില്ല, പറ്റാത്തത് കൊണ്ട് ആ സാഹചര്യത്തെ അവര് അവോയ്ഡ് ചെയ്യുന്നത്. ക്ലിയർ ആയ തമ്മിലുള്ള ഡിഫറൻസ്? സ്കിസോയിഡും അവോയ്ഡന്റ് പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? ഒന്നുകൂടെ. സ്കിസോയിഡ് പേഴ്സണാലിറ്റിയില് അവരെന്താണ്, ആ സോഷ്യൽ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ്. അവർക്കത് പറ്റത്തില്ല, അവർക്ക് പുറത്തായിട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. എന്നാൽ അവോയ്ഡന്റ് പേഴ്സണാലിറ്റിയില് ഇവർക്ക് ഈ പേടിയും കാര്യങ്ങളും ഒക്കെ എന്താണ്, ആ സോഷ്യൽ കോണ്ടാക്ട്സുകൾ ഇവർ അവോയ്ഡ് ചെയ്യുന്നതാണ്. ഒരിക്കലും അവർക്ക് ഒറ്റയ്ക്കാകണം എന്നുള്ള തോന്നൽ കൊണ്ടല്ല, എന്നുള്ള വിചാരം കൊണ്ടല്ല, മറിച്ച് അവർക്ക് പറ്റുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ ഇവര് അവോയ്ഡ് ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടാകുന്നു. ഹാർഷ്ലി മറ്റുള്ളവരെ എന്നെ ശ്രദ്ധിക്കുവോ, മറ്റുള്ളവരെ എന്നെ ജഡ്ജ് ചെയ്യുവോ. ഉദാഹരണത്തിന് സ്റ്റേജിൽ കയറാനായിട്ട് എനിക്ക് എന്റെ പുറത്തേക്ക് വരാനായിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്താണ്, പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറുന്ന കാര്യം, 2 പേരുടെ മുമ്പിൽ നിന്ന് പറയുന്ന ഇത് പ്രശ്നം, അതുകൊണ്ട് ഞാൻ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ആ സിറ്റുവേഷൻ, ഞാൻ ആ പ്രസംഗത്തിന് പോകത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകത്തില്ല. അന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സമ്മാനം തരും, സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതിന് എനിക്ക് സമ്മാനം തരും, പക്ഷെ എനിക്ക് ആൾക്കാർ എന്നെ നോക്കുവോ, എന്നെ ജഡ്ജ് ചെയ്യുവോ, എന്നെ ക്രിട്ടിക്കായിട്ട് ആയിരിക്കുമോ അവർ മനസ്സിലാക്കുന്നത്, ഇന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ടായിട്ട് ആ സമ്മാനം വാങ്ങിക്കാനായിട്ട് അവർ പോകത്തില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ?
ഓ അപ്പൊ അത് പാടെ അതിന് പോയില്ലേ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ അല്ലെ. അതെ അതെ. വലിയ ആളാവണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ഫിയർ അവർക്ക് ബ്രേക്ക് പറ്റില്ല. ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല. ദേ ഓഫൻ മിസ് ഔട്ട് മെനി വാല്യുബിൾ സോഷ്യൽ എക്സ്പീരിയൻസ് ബിക്കോസ് ഓഫ് ദെയർ ഫിയർ ഓഫ് ബീയിങ് റിജക്റ്റഡ്. ഇഷ്ടപ്പെടുത്തുമ്പോ ഫാദർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഞാൻ ഒരാളെ കണ്ടതാണ്. പുള്ളിക്കാരന് ഭയങ്കര ആങ്സൈറ്റിയാണ്. അതായത് എന്താണ് നാളെ സംഭവിക്കുക, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കുക. പക്ഷേ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ബാക്കിയുള്ള 2 അവോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അങ്ങനെയുള്ള ഒരു എന്റെ ഡിഫറെന്റ്, രണ്ടും 2 രോഗങ്ങളാ സാറേ. അതായത് പുള്ളിക്കാരന് ബാക്കി വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാല് വൺസ് ഈസ് ഔട്ട് എല്ലാവരുമായിട്ടും മിങ്കിളാവും, ആരുമായിട്ട് സംസാരിക്കാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതായത് ആങ്ഷ്യസ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്, അതായത് ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ആൻസൈറ്റി ഡിസോർഡർ ആണ്. ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് അതുണ്ടാകാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു പേഴ്സണൽ. പക്ഷെ ആ വ്യക്തി വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, വൺസ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ പെരുമാറാനൊന്നും വലിയ ഇല്ല, കാണിക്കുന്നില്ല. അത് ആൻസൈറ്റി ഡിസോർഡർ ഗണത്തിലാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്തത്. ഇത് ആൻഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആകുലതയുണ്ട്. എന്താണ്, എനിക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല എന്നുള്ള ഇതുണ്ടാകുന്നു. അതുകൊണ്ട് ആ സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് അവർ അവോയ്ഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മറ്റേതിനകത്ത് അവര് ആ സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യത്തില്ല. ആൻസൈറ്റി ഡിസോർഡറിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഇതിനകത്ത് അടുത്ത ഒരു രോഗമാണ് ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി. എനിക്ക് ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ചിനകത്ത് ക്ലാസ് നടത്തിയപ്പോൾ ഞാൻ അതിനുശേഷമുള്ള ഉദാഹരണങ്ങളായിട്ടൊക്കെ പറയുന്നതാണ്. എന്താണ്, ഒരു ഫാമിലി, ഒരു ചേച്ചി നമ്മുടെ ഈ ക്ലാസ്സിൽ ഇങ്ങനെ പങ്കെടുത്തതാണ്. അവർക്ക് ഒരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡുമായിട്ട് മാറി താമസിക്കുക, ഡൈവോഴ്സ് അല്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ്. അതിനുള്ള കാരണം പറയപ്പെട്ടത്, അവർ ഈ ചേച്ചിയുടെയായിട്ട് യാതൊരു അടുപ്പോ ബന്ധമോ ഒന്നും ഇയാൾക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇവരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇവരങ്ങ് ഉള്ളിലേക്ക് എടുക്കും. ഈ പറയപ്പെട്ട ചേട്ടൻ്റെ അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഉള്ളിലേക്ക് അങ്ങ് എടുത്തത്. അവര് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ, ഇവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള ആ ഡിപ്പെൻഡൻസിയിലേക്ക് പോയിട്ട് ആളെന്താണ് ഇങ്ങനെ ജീവിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, എന്താണ് നിനക്ക് മക്കളൊന്നും ഇല്ലേ എന്നൊക്കെ ഇവരേക്ക് നേരിട്ട് തന്നെ ഹസ്ബൻഡിലേക്കും വൈഫിൻ്റെയും ചോദിക്കുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ അമ്മായിയമ്മയുടെക്ക് ഇവരിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കാണ് ഇവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ മോൻ്റെ പറഞ്ഞ്, നീ ഇന്ന് പോയി അവിടെ കൂടെ കിടക്കടാ. മനസ്സിലാകുന്നുണ്ടാ? അമ്മ പറഞ്ഞ് അതിനുശേഷമാണ് ആള് വൈഫിന്റെ കൂടെ. ഇങ്ങനെയുള്ള അവസ്ഥകളെയാണ് ആരെടുത്ത് കിടന്നു അദ്ദേഹം മാറി കിടക്കും, പുള്ളിയെ അറ്റാച്ചിട്ട്. അത് നമ്മൾ ചോദിക്കുന്നില്ല. ഈ ചേച്ചി എനിക്ക് പറഞ്ഞ സംഭവമാണ്. അങ്ങനെയാണ് അവർക്ക് ഈ കുഞ്ഞിനെ ഇത് നമ്മളൊക്കെ അമ്മ പേടി എന്ന് പറയും. ഇത് ഒരു ഡിപ്പെൻഡൻസിയാണ്. അമ്മ പേടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർ പറയുന്നത് അമ്മ പേടിയത്. ഓക്കെ, അതല്ല. ഇവരുടെ പ്രത്യേകത ഒരു ആളെ ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. ദിസ് ഡിസോർഡർ ഈസ് മാർക്ഡ് ബൈ ഡിപ്പെൻഡൻസി ആൻഡ് സബ്മിസീവ്നെസ് നീഡ്സ് ഫോർ കോൺസ്റ്റന്റ് റീഅഷുറൻസ്. ഇവർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മോൻ ചെയ്തത് നല്ലതാണ്, ഇന്ന് നീ ഓക്കെയാണ്, നീ കറക്റ്റാണ്, നീയാണ് ശരി എന്നൊക്കെയുള്ള ആ കോൺസ്റ്റന്റ് റീ അഷുറൻസ് കിട്ടാൻ വേണ്ടി ഇവർ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങ് എടുക്കും, ഉള്ളിലേക്ക് എടുത്തിട്ട് അവരെന്തെല്ലാം പറയുന്നു അതേ രീതിയിൽ സബ്മിസീവ് ആകും, അവരിലേക്ക് അങ്ങ് ഡിപ്പെൻഡന്റ് ആകും. ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പെരുമാറ്റങ്ങളായിരിക്കും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. People with the dependent personality disorder often become very close to another individual and spend great efforts to please that person. ആ വ്യക്തിയിലേക്ക്, അമ്മയിലേക്ക് ഇവൻ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട്, അമ്മയാണ് അവന്റെ ജീവിതം മൊത്തം. അവരുടെ കുഞ്ഞുനാൾ മുതലേ അമ്മ എന്ന് പറയുന്നതാണ് അവന്റെ ജീവിതം. ആ വ്യക്തിയിലേക്ക് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ആ വ്യക്തിയെ പ്ലീസ് ചെയ്യാനായിട്ടുള്ളതാണ് പിന്നീട് അവന്റെ ജീവിതം മുഴുവൻ. അതിനകത്ത് വൈഫ് സെക്കൻഡറിയും അല്ല, തേർഡും അല്ല, ഒന്നുമല്ല.
മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദേ ടെൻ ടു ഡിസ്പ്ലേ പാസീവ് ആൻഡ് ക്ലിങ്ങിങ് ബിഹേവിയർ. ഈ സാരിത്തുമ്പിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന പ്രവണതകള്. ഫിയർ ഓഫ് സപ്പറേഷൻ. ഈ അമ്മ എന്നെ നഷ്ടപ്പെട്ടു പോവുമോ, അമ്മയെ വിട്ടു പോവുമോ, അമ്മയുടെ ഇടയ്ക്ക് നിന്നെങ്കിൽ അമ്മ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള അമിതമായിട്ടുള്ള ഡിസ്ട്രെസ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ട് ഇവരെന്താണ് ഡിപ്പെൻഡന്റ് ആയി പോകുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ക്ലിയർ ആണോ? ഫാദർ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഇത് നമുക്ക് പൊതുവെ ഇതിനെ സൈക്കോതെറാപ്പികളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം. കുറച്ച് രോഗങ്ങൾ, പ്രത്യേകിച്ചും ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതോടൊപ്പം തന്നെ നമുക്ക് പാരഫീലിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. പാരഫീലിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഇതിനൊക്കെയും അത്രമാത്രം സൈക്കോതെറാപ്പികളും മെഡിക്കേഷൻ ഒന്നും വലിയ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ നമുക്ക് അത്യാവശ്യം മെഡിക്കേഷനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം കണ്ടീഷൻസ് അനുസരിച്ച്. ഇപ്പം ഇവർക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കും, ആൻഷ്യസ് ആണ്, എന്താ ആൻഷ്യസ് ബിഹേവിയർ ആണ്. ആള് നഷ്ടപ്പെട്ടു പോവുമോ, അമ്മ എന്നെ വിട്ടു പോവുമോ. അപ്പം ആ ആൻസൈറ്റിക്ക് വേണ്ടിയുള്ള മെഡിക്കേഷനാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഇതിന് വേണ്ടിയുള്ള മെഡിക്കേഷനോ ഇതിന് വേണ്ടിയുള്ള സംഭവങ്ങളോ ഒന്നും വലുതായിട്ട് അതല്ല. എന്നിരുന്നാലും ചിലതിനകത്ത് വർക്കൗട്ട് ചെയ്യും. പ്രത്യേകിച്ച് എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് അത്യാവശ്യം സോഷ്യോ തെറാപ്പികൾ കുറച്ചൊക്കെ ചിലത് രോഗങ്ങൾക്കും വർക്കൗട്ടാണ്. അതോടൊപ്പം തന്നെ ഫാർമക്കോതെറാപ്പി ചില രോഗങ്ങളിൽ വർക്കൗട്ടാണ്. അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പികൾ ചില രോഗങ്ങളിൽ വർക്കൗട്ടാണ്. അപ്പം മറ്റുള്ള രോഗങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന അത്രയും സപ്പോർട്ട് ഇതിനകത്തില്ല എന്നുള്ളതാണ്. അവർക്ക് വേറൊരാള് വേണ്ടി വരില്ലേ? അമ്മയുടെ കാലം കഴിഞ്ഞ അവർക്ക് അടുത്ത ആളൊരു ഡിപ്പെൻഡൻസി, വേറെ ഒരാളിലേക്ക് ഡിപ്പെൻഡൻസിയിലേക്ക് പോകും സ്വാഭാവികമായിട്ട്. എപ്പോഴും ഒരാൾ അവർക്ക് വേണം, ആ ഒരു ഡിപ്പെൻഡൻസി അവർ കാണിക്കും. അടുത്തതിലേക്ക് പോട്ടെ. അമ്മ നിൽക്കി വേറൊരാളിലേക്ക് പോകുമോ? അതായത് അമ്മയുടെ മരണശേഷം മാത്രമേ പോകുള്ളൂ? അങ്ങനെ അല്ല, അവരിൽ സ്വാഭാവികമായിട്ട് ഒരാളുള്ളപ്പോൾ അവരെ തന്നെ ആയിരിക്കും അവര് കൂടുതലും. ആൾക്ക് ഇപ്പൊ ഒരാളുണ്ട്. അപ്പൊ അവരിൽ നിന്ന് വലിയ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആള് പറയുകയാണ് നീ മാറ അങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കി പ്രശ്നമൊക്കെ ആയി അങ്ങനെയൊക്കെ മറന്നല്ലാതെ പൊതുവെ പോത്തില്ല. ആ ഡിപ്പെൻഡൻസി അവര് നിലനിർത്തും. അടുത്തതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD എന്ന് പറയുന്ന ഒരു രോഗം. OCPD ഞാൻ നേരത്തെ പറഞ്ഞു. OCDയും OCPDയും കൺഫ്യൂസ്ഡ് ആക്കരുത്. OCD എന്ന് പറയുന്നത് ഒരു മൂഡ് ഡിസോർഡർ ഗണത്തിലുള്ള ഒരു രോഗമാണ്. അത്യാവശ്യം നല്ലൊരു മാനസിക രോഗമാണ്. OCPD എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. OCDയിൽ ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ആക്ഷനുമാണ്. ഇവിടെ പെർഫെക്ഷനിസമാണ്. This disorder is characterized by a pattern of perfectionism and inflexibility. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. എനിക്ക് അറിയാവുന്ന ഒരു കുട്ടി പണ്ടൊരിക്കൽ കൗൺസിൽ വന്നതാണ്. അപ്പം ഇവൾ ഭയങ്കര എക്സലന്റ് ആയിട്ട് പഠിക്കുന്ന ഭയങ്കര മിടുക്കിയാണ്. അത്രയ്ക്ക് മിടുക്കിയാണ്. ആ എല്ലാത്തിനും ജയിക്കുന്നത് വൈവ പരീക്ഷ നടത്തിയ അവള് ഓക്കെയാണ്. നല്ല ഹാൻഡ് റൈറ്റിങ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, എല്ലാം ഓക്കെ, പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇവള് പരീക്ഷയ്ക്ക് വന്നിരുന്ന് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതി വരും. പേപ്പറിനകത്ത് എഴുതി വന്ന അവസാനം അവള് കുത്തിടേണ്ട സ്ഥലത്ത് വന്നപ്പം കുത്തിടുന്നത് ആ കുത്തൊരിച്ചിരി നീണ്ടുപോയോ അല്ലെങ്കിൽ അവൾ വരവീഡിയോ ആ പേപ്പർ കംപ്ലീറ്റ് മാറ്റും, വലിച്ചു കയറും. എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ എഴുതും. ഒരിക്കലും അവള് വൈവയില് അല്ലെങ്കിൽ ഓറൽ പരീക്ഷയിലോ ക്ലാസ്സിൽ പെർഫോമൻസിലോ ഒക്കെ 100ൽ 99 വാങ്ങിച്ചാൽ ഇവർക്ക് റിട്ടേൺ പരീക്ഷ 9 പോലും കിട്ടത്തില്ല. ഇതാണ് കൊച്ചിന്റെ അവസ്ഥ. ദിസ് ഫിയർ ഈസ് ഓഫൻ റിസൾട്ട് ഇൻ ആൻ ഇൻഎബിലിറ്റി ടു മേക്ക് ഡിസിഷൻ. അതോടൊപ്പം തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഡിഫിക്കൽട്ടി ഇൻ ഫിനിഷിങ് ടാസ്ക്, കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അതിനെല്ലാ റൂൾസും അവർക്ക് കിട്ടണം. ഇന്ന കാര്യം ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന പേപ്പർ അവിടെ കിട്ടിയിരിക്കണം. ആ മൈക്ക് ഇതേ രീതിയിൽ ഞാൻ ഇരിക്കുന്ന രീതിയിൽ ഞാൻ നിൽക്കുന്ന അതേ പൊസിഷൻ എൻ്റെ വായോട് ചേർന്നിരിക്കണം. ഒരല്പം മാറിക്കഴിഞ്ഞാൽ പ്രശ്നം. ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സൺ. ആ പെർഫെക്ഷൻസുമാണ്
ഇതിനെ അവർ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഡിയ ക്ലിയർ ആണോ? Is it clear? Okay. Yes. അപ്പം ഇതോടെ നമ്മുടെ ആ ഒരു ചാപ്റ്റർ തീർന്നു. ഇതിന്റെ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകൾ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന രോഗങ്ങൾ. പേഴ്സണാലിറ്റി ഡിസോർഡർ ആദ്യം ഈ OCPDക്ക് മാറാൻ വല്ല വഴിയുണ്ടോ? OCPD നമുക്ക് അത്യാവശ്യം അങ്ങനെ മാറുക എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ വർക്ക് കൊടുത്ത് കൂടിരുന്ന് അങ്ങനെ മാറ്റിയെടുക്കേണ്ടി വരും മെനക്കെട്ടില്ലേ? നമുക്ക് സൈക്കോതെറാപ്പികൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ഇതിന് വേണ്ടിയായിട്ടുള്ള മെഡിക്കേഷനോ കാര്യം, പക്ഷെ OCDക്ക് നമുക്ക് മെഡിസിൻ ഉണ്ട്. OCPD എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമുക്ക് അതിന് വേണ്ടിയുള്ള മെഡിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ വളരെ കുറവാണ്. ഇല്ല, OCD പൂട്ടിയ തന്നെ പൂട്ടി അതൊക്കെ OCD വരില്ലേ? വാതിലൊക്കെ പൂട്ടി 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 അതൊക്കെ OCD ആണ്. അത് വേറെ രോഗമാണ്. OCD ആണ്. തോട്ടുണ്ടാവുന്നു, അതുകൊണ്ട് ആക്ഷനിലേക്ക് വരുന്നു. ഒബ്സസീവ് തോട്ട് ആൻഡ് കമ്പൽസീവ് ആക്ഷൻ എന്നാ പറയുന്നത്. അപ്പം സമയം ഒരു ചോദിച്ചോ. അത് നമ്മള് ടൈപ്പിലും ഏകദേശം ഒരുപോലാണെന്ന് പറഞ്ഞു. അപ്പം ഈ കേട്ടില്ല. അത് ഞാൻ മൈക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് അവിടെ. വേറെ ആരെയോ മൈക്ക് ഓൺ ആണ്, അതുകൊണ്ടാ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ. സ്കിസോയിഡും സ്കിസോ ടൈപ്പിലും ഏകദേശം ഒരുപോലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ സ്കിസോയിഡിലെ പോലെ തന്നെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു വിരക്തി ഉണ്ടായിരിക്കുമോ? സോഷ്യൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അതെല്ലാം അത്യാവശ്യം അതേ സെയിം ക്രൈറ്റീരിയകളല്ല സ്കിസോയിഡിനകത്തും സ്കിസോ ടൈപ്പിനകത്തും. പക്ഷെ ഇതാണ് അതിന്റെ ഒരു ചൂടെ മാറ്റുന്നത്. ഈ ഇൻട്യൂട്ടീവ് ആയിട്ടുള്ള തോട്ടാണ്. എന്താണ് മാജിക്കൽ തിങ്കിങ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ ഫാദർ, അതായിരുന്നു. താങ്ക് യു. സോറി, പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാരണം ബയോളജിക്കലാണോ സൈക്കോളജിക്കലാണോ? അത് രണ്ട് ഫാക്ടേഴ്സും അതിനകത്തുണ്ട്. ബയോളജിക്കലും സൈക്കോളജിക്കലും ആയിട്ട് രണ്ടും പറയുന്നുണ്ട്. രണ്ടും ഒരേ രീതിയിലാണ്. ഹലോ, ഇത് ജനറ്റിക്കൽ ആയിട്ട് വരുന്നതാണോ അതോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണല്ലോ? സോ അത് ജനറ്റിക്കൽ ആയിട്ട് വരുന്നതാണോ അപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ, അതോ ത്രൂ ഔട്ട് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് സംഭവിക്കുന്നതാണോ? ഇതിനകത്ത് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ചില ഫാക്ടേഴ്സ് ജനറ്റിക്സിന്റെ ഫാക്ടർ ഉണ്ട്. പ്രത്യേകിച്ച് എന്താണ് കുട്ടികളിൽ ഒരു OCD ഉള്ള അല്ലെങ്കിൽ OCPD ഉള്ള അല്ലെങ്കിൽ ഇത് അവസ്ഥയിലുള്ള ഒരു പിതാവാണ് കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിർബന്ധമൊന്നുമില്ല, ഉണ്ടാകാം. ഓക്കെ, ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഇത് ഉണ്ടാവാം. ഓക്കെ, താങ്ക് യു. ഇത് കൂടുതലും എന്താണ് നമ്മുടെ ഏജ് ആണ്, എന്താണ് അഡോളസൻസ് ഏജിലായിരിക്കും അത് പ്രിവലൻസ് കാണിക്കുന്നത്. ഫാദർ, ഒരു ഡൗട്ട്. ഷിസോയിഡും ഷിസോപെറ്റലും പറഞ്ഞല്ലോ. അപ്പൊ അവര് സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരായതുകൊണ്ട് അവരെ ഒരു കൗൺസിലിങ്ങിന് ഇരുത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടല്ലേ? വളരെ പ്രയാസമാണ്. കൗൺസിലിങ്ങിനകത്ത് പ്രത്യേകം കൗൺസിലിങ്ങിനകത്ത് എടുത്തു പറയും ഇത് എന്താണ് ഇങ്ങനെയുള്ളവരെ നമ്മൾ പെട്ടെന്ന് തന്നെ അസസ് ചെയ്യണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റുള്ള രോഗങ്ങളൊക്കെ ഇച്ചിരി എളുപ്പമാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. സോഷ്യൽ ഡിറ്റാച്ച്മെന്റും ഇവർക്കൊക്കെയുള്ള സൈക്കോതെറാപ്പികളും സംഭവങ്ങളും ഒക്കെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ സോഷ്യോപെറ്റലില് അവർക്ക് ഇങ്ങനെ ഡെല്യൂഷൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് പറയുന്നത് ഇങ്ങനെ ഒരു ഓഡ് തിങ്കിങ് ആണല്ലോ. അപ്പോ നമുക്ക് കുറച്ച് സമയമാണ് കൗൺസിലിങ്ങിന് കിട്ടുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് എത്ര പെട്ടെന്ന് അതൊന്ന് മനസ്സിലാക്കുക, ഇൻഫർ ചെയ്യാൻ പറ്റുക നമുക്ക്? അതുകൊണ്ടാണ് നമ്മൾ കൗൺസിലിംഗ് ആൻഡ് ഇതും രണ്ടും എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന കൗൺസിലിങ്ങിനകത്തൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയും. അതുകൊണ്ട് എന്റെ കൗൺസിലിംഗ് കോഴ്സിലുള്ള ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്, കുറച്ച്. കാരണം അവർക്ക് ഒരു സിലബസിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇവരുടെ പ്രത്യേകത നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. അത്യാവശ്യം ഇച്ചിരി പ്രയാസമാണ്. കാരണം ദേ ആർ നോർമൽ ആണ്, ഭയങ്കര നോർമൽ കാണിക്കും.
നോർമാലിറ്റി ഉണ്ടോ, പക്ഷെ ഒരിച്ചിരി മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഒരാള്, നമ്മളെ ഈ രോഗങ്ങളുള്ള ആളെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു ചാപ്റ്റർ ഓഫ് ഡിസോർഡർ ഉണ്ട്, പാരഫീലിയ എന്ന് പറയും, സെക്ഷൽ പെർവേർഷൻ. അങ്ങനെയുള്ളവരൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അൺലെസ് ആൻഡ് അണ്ടിൽ ദേ സേ. ഓക്കെ ഫാദർ ഒരു സെക്കൻഡ്, OCD അഡോളസൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ സാർ എന്തോ പറഞ്ഞില്ല, അതേതാ? ഇതിൽ ഈ പറയപ്പെട്ട മിക്ക രോഗങ്ങളും അഡോളസൻസ് സ്റ്റേജിലാണ് തുടങ്ങുന്നത്. അഡോളസൻസിന്റെ ഓക്കെ സാർ, താങ്ക് യു. മതി. ഫാദർ ഒരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടെ? ഫാദർ, ഇപ്പൊ പറഞ്ഞ എല്ലാ സിംറ്റംസും ഏതൊരു വ്യക്തിയെ എടുത്താലും ആ വ്യക്തിക്ക് ഐദർ വൺ ഓർ ദ അതർ സിംറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ആരാണ്? നമുക്ക് അയാൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നോർമാലിറ്റി കൺസിസ്റ്റ് ഓഫ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ല എന്നും സൊസൈറ്റിക്ക് അത് പ്രയാസം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നും പറയുന്നത്. സൊസൈറ്റിയിൽ ഫാക്ടറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഈ രീതിക്കാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പം എനിക്കും ഈ അവസ്ഥകളൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ ആൻസൈറ്റിയോ ഇപ്പൊ സ്വാഭാവികമാണ് സുപ്പീരിയറിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ചില സമയങ്ങളിലുള്ള സംശയങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ അതിനകത്ത് ഓരോന്നിനും ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ വെച്ച് തന്നെ നോക്കണം. ഇന്ന കാര്യങ്ങളുടെ ആബ്സെൻസും നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗമാണെന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ ഫാദർ, താങ്ക് യു. ഓക്കെ ഫാദർ, ഇന്നലെ പറഞ്ഞ പുസ്തകത്തിന്റെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ടോ? എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ ഫാദർ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഹെൽപ്പ് വേണ്ടിയിട്ടാണ്. ഫാദറിന്റെ സ്ലൈഡിന്റെ മുകളിൽ ഒരു റെഡ് മാർക്ക് കണ്ടോ? അതിന്റെ താഴത്തെ അതിന്റെ നേരെ താഴെയുള്ളത് നോക്കിയേ, സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് ഷോ ആയി, ഫുൾ ആയില്ലേ? എനിക്കിവിടെ കമ്പ്യൂട്ടറിനകത്തായി. നമ്മുടെ ഷെയറിങ്ങിനകത്തായോ? ഷെയറിങ്ങിൽ വന്നിട്ടില്ല. അത് നേരെ വന്നിട്ട് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആ റെഡിന്റെ അതേ ലൈനിൽ തന്നെ ലാസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞൊന്നുണ്ട്. ആ റെഡിന്റെ ആ ലൈനിൽ തന്നെ ലാസ്റ്റ് വ്യൂ നോക്കിയേ. വ്യൂ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. വ്യൂ എടുത്ത് അന്നേരം വേറെ കുറെ കണ്ണൊക്കെ ഉള്ള ഹോം വാച്ച് നോക്കിയ ഫുൾ സ്ലൈഡ് വ്യൂ ഓപ്ഷൻ ഉണ്ടാവും. വ്യൂ എന്ന് മാത്രമേ ഉള്ളൂ. വ്യൂ എന്ന് കൊടുത്തപ്പോൾ താഴെ കുറെ ഓപ്ഷൻസ് വന്നിട്ടില്ലേ? അത് കളർ ഗ്രേ. അതല്ല ആ ലൈനിൽ ഫുള്ള് നോക്കി. ഫസ്റ്റ് വൺ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ, ഔട്ട്ലൈൻ വ്യൂ, സ്ലൈഡ് സോർട്ടർ, നോട്ട് പേജ്, റീഡിംഗ് വ്യൂ, സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ. ഫസ്റ്റ് വൺ ആണ് എടുക്കേണ്ടത്. നോർമൽ. അപ്പൊ സ്ലൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങി. അത് കണ്ടു. അവിടെ എവിടെയോ ഒരെണ്ണം ഉണ്ടല്ലോ, അത് സോറി, സ്ലൈഡ് ഷോ. അതേ ലൈനിൽ സ്ലൈഡ് ഷോ ഉണ്ട്. ആ വ്യൂവിന്റെ റിവ്യൂവിന്റെയും പ്രിവ്യൂവിന്റെയും ഇപ്പുറത്ത് അതേ ലൈനിൽ ഏറ്റവും മുകളിൽ റെഡ് ഫയലിന്റെ മുകളില് ആ ലൈനിൽ വരൂ. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ ഇനി ഇതിനകത്ത് ഫ്രം ദ കറണ്ട് സ്ലൈഡ് കൊടുക്കുക. ഫുൾ സ്ലൈഡിലേക്ക് ഫുൾ സ്ലൈഡ് കൊടുത്തു. വന്ന് പക്ഷെ ഇവിടെ ചേഞ്ച് ആയിട്ടില്ല നമ്മുടെ ഇതിനകത്ത്, ഷെയറിങ്ങിനകത്ത്. അത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണമായിരിക്കും. ഒന്നുകൂടെ ഫയൽ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തേ. അത് ഫയൽ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലേ വരുള്ളൂ. അല്ല, അതിൽ തന്നെ സെറ്റപ്പ് സ്ലൈഡ് ഷോ നോക്കിയാൽ മതി. അപ്പൊ അതിൽ പറയും എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്ലാസ്സിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടതാണ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. സാരില്ല, അതെല്ലാവർക്കും ഇപ്പൊ അങ്ങ് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് അറിയില്ലല്ലോ.
ഫാദർ സ്ലൈഡ് ഷോയിലെ താഴത്ത് കാണില്ലേ, ഫ്രം ബിഗിനിങ് എന്ന് കാണുന്നില്ലേ, അതിന്റെ വലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കഴിഞ്ഞാൽ സെറ്റപ്പ് സ്ലൈഡ് ഷോ എന്ന് കാണും, അഞ്ചാമത്. അത് ഞെക്കൂ. അത് സെറ്റപ്പ് സ്ലൈഡ് ഷോ പ്രസന്റഡ് ബൈ സ്പീക്കർ, ബ്രൗസ്ഡ് ബൈ ഇൻഡിവിജ്വൽ. അത് കഴിഞ്ഞാല് അതിൽ നമുക്ക് ഓരോ സ്ലൈഡ് മൂവ്മെന്റ് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വേണോ, ഓരോന്നും അപ്പ് ആൻഡ് ഡൗൺ ആരോയിൽ ചെയ്യാം. അത് സെറ്റപ്പ് ചെയ്തത് സെറ്റപ്പ് സ്ലൈഡ് ഷോ എങ്ങനെയാണ്? ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ ESC എന്ന് പറഞ്ഞ കാണിക്കുന്നത്. ഷോ വിത്ത് എസ്കേപ്പ്. അതെ. ഷോ വിത്തൗട്ട് നരേഷൻ, ഷോ വിത്തൗട്ട് ആനിമേഷൻ. അതാണ് വേണ്ടത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാനോ? അത് ശരിയിട്ട് കൊടുക്കാൻ. ശരിയിട്ട് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കട്ടെ. ഓക്കെ കൊടുത്ത് എന്നിട്ട് അതുപോലെ തന്നെ അത് ഈ സ്ലൈഡ് ക്ലോസ് ചെയ്തിട്ട് വേണം പുതിയത് ഒന്നേന്നെ ഓപ്പൺ ചെയ്യണം. ഈ പ്രസന്റേഷൻ ഒന്നേന്നെ ഓപ്പൺ ചെയ്യണം. അല്ല സാറേ, ഫാദർ, ഈ സെറ്റപ്പ് സ്ലൈഡ് ഷോയിലെ ഷോ ടൈപ്പ് കാണിക്കുന്നുണ്ട്. അതിന്റെ വലതു ഭാഗത്തായിട്ട് ഷോ സ്ലൈഡ്സ് ഓൾ നല്ല ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. സ്ലൈഡ് ഓഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മൊത്തം പോയി. അതെയോ? കുഴപ്പമില്ല. ഓക്കെ, അത് സെറ്റപ്പ് സ്ലൈഡ് ഷോ ഞങ്ങളുടെ പോയിട്ടില്ല. എനിക്കിവിടെ കംപ്ലീറ്റ് ലാപ്ടോപ്പിനകത്തു നിന്നുള്ള പോയി, മൊബൈലിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. അല്ല, അതില് ഒരു ഓപ്ഷൻ ഉണ്ട്, അഡ്വാൻസ് സ്ലൈഡ്സ്. അത് ചെയ്താൽ മതി. മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഫാദർ എന്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് പോവുക. അല്ലെങ്കിൽ ആരോ പ്രസ് ചെയ്താലും മതി. ഞാനിത് എവിടെങ്കിലും ഒന്ന് കാണിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് നോക്കൂ സാർ. ഫാദർ സ്ലൈഡ് ഓപ്പൺ കമ്പ്യൂട്ടറിൽ ഷെയർ ചെയ്യട്ടെ? പ്ലീസ്. ഷെയർ ചെയ്യും. ഷെയറിംഗ്. സെയിം വ്യൂ. ഓക്കെ. അല്ലേ? സെയിം വ്യൂ ആണ്. അതില് സ്ലൈഡ് ഷോ നോക്കൂ. സ്ലൈഡ് ഷോ എന്നുള്ളത് പ്രസ് ചെയ്യൂ. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് അതും പ്രസ് ചെയ്തോ? ലാപ്ടോപ്പിൽ ഫുൾ സ്ക്രീൻ വന്നു അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലൈഡ് ഷോയിലേക്ക് പോകും. അതിൽ തന്നെ അല്ല, ഫുൾ സ്ക്രീൻ ആവുന്നുണ്ട്. അത് ഫുൾ ആയിട്ട് കിടക്കുക, വേറെ ഒന്നും കാണാൻ വയ്യ. അതെ, ഒന്ന് എസ്കേപ്പ് പ്രസ് ചെയ്യപ്പോ. ഓക്കെ. എന്നിട്ട് ഫയൽ സ്ലൈഡ് ഷോ വരുന്നുണ്ടല്ലോ. സ്ലൈഡ് ഷോ ഞെക്കൂ. അതിൽ സെറ്റപ്പ് സ്ലൈഡ് ഷോ കിട്ടും. നാലാമത്തെ ഓപ്ഷൻ സെറ്റപ്പ് സ്ലൈഡ് ഷോ. അതിൽ കാണാനില്ലേ സാറിന് ഷോ ടൈപ്പ് പ്രസന്റ് ഷോ സ്ലൈഡ്സ് ഓൾ, പിന്നെ അഡ്വാൻസ് സ്ലൈഡ്സ് കാണാനുണ്ട്. സ്ലോ ഷോ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴത്തായിട്ട് നോക്കൂ, അഡ്വാൻസ് സ്ലൈഡ്സ് ഇല്ലേ? അഡ്വാൻസ്ഡ് എന്നില്ല. അഡ്വാൻസ് ഡിസേബിൾ അതാ കാണിക്കുന്നത്. ഷോ വിത്തൗട്ട് ആനിമേഷൻ, ഷോ വിത്തൗട്ട് നരേഷൻ. ഷോ വിത്തൗട്ട് നരേഷൻ. ഒരു മിനിറ്റ്, ഞാൻ എവിടെയാണ് നോക്കട്ടെ. സെറ്റപ്പ് ഷോയില് ഷോ ടൈപ്പ് കാണിക്കുന്നുണ്ടോ? മുകളില് ആ കള്ളിക്കുള്ളിൽ തന്നെ ഷോ സ്ലൈഡ്സ് കാണുന്നുണ്ട്. ഓക്കെ. അതിന്റെ താഴത്തെ കള്ളിയില് അഡ്വാൻസ് സ്ലൈഡ്സ് കണ്ടാവും. അതിൽ തന്നെ മാനുവൽ ഉണ്ട് ഒരു ഓപ്ഷൻ, യൂസിങ് ടൈമിംഗ് ഉണ്ട് അല്ലേ? അതെ. അവിടെ എന്താ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്? ബ്ലൂ ക്ലിക്ക് മാനുവലിലാണോ അതോ യൂസിങ് ടൈംസ് ആണ്? ഓക്കെ. അതിൽ മാനുവലി പ്രസ് ചെയ്യൂ. ക്ലിക്ക് ചെയ്താൽ മതി, അത് മാറിക്കോളും. മാനുവൽ ക്ലിക്ക്. ഓക്കെ, മാനുവലി ആയില്ലേ? പിന്നെ അപ്പോൾ യൂസ് പ്രസന്റർ വ്യൂ, അത് ക്ലിക്കഡ് അല്ലേ? താഴത്തേക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ പ്രസ് ചെയ്യൂ. ഓക്കെ. ഇനി സാർ ഫ്രം ബിഗിനിങ്, ആദ്യത്തെ തന്നെ ഇടത്തോട്ട് പോയിട്ട് ഫ്രം ബിഗിനിങ് വന്നു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനായി. എന്നിട്ട് ഓരോ പ്രാവശ്യം എൻ്റർ പ്രസ് ചെയ്യൂ. സ്ലൈഡ് ഷോ മാറണം.
എൻട്രോ അല്ല, ആരോ. ആരോ ആയാലും എൻട്ര. ഓക്കെ. സ്ലൈഡ് ഷോ എനിക്കിവിടെ ലാപ്ടോപ്പിൽ മാറുന്നുണ്ട്, സ്ലൈഡ് ഇതിനകത്ത് മാറുന്നില്ല. അത് പ്രസന്റേഷനിൽ കൊടുക്കുമ്പോൾ മാറിക്കോളും തോന്നുന്നു ഓട്ടോമാറ്റിക് ആയിട്ട്. ഫാദർ